അവനൊരു സ്ഥലത്ത് നമുക്ക് മാറിയിരിക്കും. അതേ പൈസ ഓടാറും ഇതാവോ മാറിയിരിക്കും. ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ ദൈവത്തിന്റെ ആലോചിച്ചു, അത്ര സ്നേഹമാണ്. ഞാൻ പറയും എന്റെ ജീവൻ കാണല്ലേ, എന്റെ സ്നേഹത്തിന് മുത്തല്ലേ കർത്താവ്, സ്നേഹത്തിന് മുത്തല്ല കർത്താവ് വിളിക്കുന്നത്. കാരണം എന്താ? മനുഷ്യന്റെ ആത്മാവിലൊക്കെ ദീപം. കുറച്ചുകൂടി 20-25 മിനിറ്റ് ഉണ്ട്. ഞാൻ ചോദിച്ചു, ഹായ് സാർ, ഹൗ യു? ഫൈൻ. യു ആർ ക്രിസ്ത്യൻ? അപ്പൊ എന്താ ചോദിച്ചു? നോ, ഐ വോണ്ട് ഹാവ് ഫോർ എനി റിലീജിയൻ. ഐ തിങ്ക് സോ. ബുദ്ധമതം എനിക്ക് ഇഷ്ടപ്പെടുന്നത്. Now, Mr. What's your name? Mike. What's your Mike? So we can choose the Quran for 25 minutes. They are affordable. We have little time. You can share somewhere, of course. We should share. Would you like? Yes, please. I am the pastor. The pastor is not going to know you. What would I get? What? For a pastor. Yes. Pastor, I am going to go. In here, when he is silent, he is checking over. I am going to go. 43 പൈസ ഒരു ബാക്കി അങ്ങനെ മഹാരാജാവ് തന്നു. ഞാൻ ചോദിച്ചു, ഡാഡി ഞാൻ എത്ര നാളിലേക്ക് അറിയില്ല, പേപ്പറിൽ വായിച്ചാൽ പോലെ എനിക്ക് സൗഖ്യം വേണം. എപ്പോഴാണ് ചോദിക്കാൻ? എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, വക്കീലാണ്, ജോലി ചെയ്യുന്ന ആളാണ്, റജീൻ, അവർ അടൂരുള്ള എൻ്റെ വീട്ടിൽ വന്നു. വിജയ ഭാഷ കൊടുക്കാതെ എന്തെങ്കിലും വിഷയം സന്തോഷമായിരിക്കുന്നത്. പാസ് എനിക്ക് പൈസ അസുഖ ഭാഷ പ്രാർത്ഥിക്കണം. പാസ് കൊടുക്കാൻ ദൈവം എന്നോട് പറയുന്നത്. അപ്പൊ എന്തായാലും കൂടെ പറഞ്ഞാൽ പാലം കുടിച്ചോടെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്റെ കഥത്തിൽ എന്ത് കഴിക്കാൻ? എവിടെ ചെന്നാലും പെട്ടെന്ന് ഈസിയായിരിക്കുന്ന ചിക്കനാ. ഇതൊന്നും കഴിച്ചൂടാ, കഴിച്ചൂടാ, ഒന്നും പറയില്ല. ഞാൻ അവർക്ക് അവരോട്. അടുത്തത് പൊളിറ്റിക്സ്. കേരള പൊളിറ്റിക്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. കേരളത്തിലും പണ്ട് പബ്ലിക്കായി സ്നാനപ്പെടുത്താമായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ചർച്ചുള്ള സ്ഥലത്ത് പബ്ലിക് സ്നാനപ്പെടുത്താൻ അവർ സമ്മതിക്കത്തില്ല. അവർ കുളങ്ങളോ തോടുകളോ തരുന്നില്ല. നമ്മുടെ കേരളത്തിൽ, നോർത്ത് ഇന്ത്യ അല്ല പറഞ്ഞത്, കേരളത്തിൽ അവർ പറയുന്നത് ഞങ്ങളുടെ ദേവിയെ കുളിപ്പിക്കുന്ന കുളമാണ്, ഇവിടെ സ്നാനപ്പെടുത്താൻ പാടില്ല. അപ്പൊ കേരളത്തിലും പ്രശ്നങ്ങളുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കണം. വേറെ വിഷയങ്ങൾ. പാലക്കാട്, യെസ്, പാലക്കാട് ജില്ലയിൽ പല ഭാഗങ്ങളുണ്ട് സുവിശേഷകർക്ക് പോകാൻ പറ്റാത്ത സ്ഥലം. ഒരിക്കൽ ഞാൻ ചെന്ന് പെട്ടു. പാലക്കാട് ബോർഡർ നമ്മൾ കിടക്കുന്ന വാളയാറ് കഴിഞ്ഞാൽ കഞ്ചിക്കോട്, രാമശ്ശേരി, പുതുശ്ശേരി ട്രാക്ട് വിതരണത്തിന് പോയി. പ്ലീസ്, കുഞ്ഞുങ്ങളുടെ ശബ്ദം കേൾക്കരുത് പ്ലീസ്. ഹലോ. ആ സ്ഥലങ്ങളിൽ ഒരു സുവിശേഷൻ കയറാൻ പാടില്ല. ഞാനും തിരുവനന്തപുരത്തുള്ള ദേവദാസനും കൂടെ ട്രാക്ട് കൊടുത്ത് അവിടെ കയറി ഞങ്ങളെ വളഞ്ഞു, ഒരു മില്ലിനകത്തിട്ട് പൂട്ടി. എന്നാൽ ദൈവം അവിടുന്ന് ഇറങ്ങി വന്ന് അദ്ദേഹം സാക്ഷ്യം പറഞ്ഞതുപോലെ ഒരു പ്രായമുള്ള മനുഷ്യൻ ഇറങ്ങി വന്നു വെച്ച് പറയുക, അവരെ തുറന്നു വിട്. അവർക്കും അറിയത്തില്ല, ഞങ്ങൾ തുറന്നു വിട്ട് ഇവരെല്ലാം പേടിച്ച് നിൽക്കുക. പാലക്കാട് ജില്ലയുടെ പല ഭാഗത്തും ഞാൻ പാലക്കാട് 25 വർഷമായി താമസിക്കുന്നുണ്ട്. പാലക്കാട് എനിക്കറിയാം. ഞാൻ അവിടെ സൈക്കിൾ റാലി നടത്തിയിട്ടുണ്ട്. ഇന്ന് സഭകൾ വളരുന്നുണ്ട്, പക്ഷേ ഇപ്പോഴും പല സ്ഥലങ്ങളിൽ പോവാൻ പെർമിഷൻ ഇല്ല. പാലക്കാടിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദെൻ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഓരോ ഡിസ്ട്രിക്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ഡിസ്ട്രിക്റ്റിലെ ബ്ലോക്കിന് വേണ്ടി പ്രാർത്ഥിക്കുക, തഹസിലിന് വേണ്ടി പ്രാർത്ഥിക്കുക, പഞ്ചായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ സമയത്ത് ദൈവാത്മാവ് ഏതെങ്കിലും വിഷയം നിങ്ങളെ ഓർമ്മപ്പെടുന്നെങ്കിൽ ആ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പം കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. അത് തമ്മിൽ ഷെയർ ചെയ്ത് ഓരോരുത്തർ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. പ്രാർത്ഥിച്ചാട്ടെ. ഈ പറയപ്പെട്ട വിഷയങ്ങൾ ആദ്യത്തെ സംസ്ഥാനം നമ്മൾ ഡിസ്ട്രിക്ട് നമ്മൾ ട്രിവാൻഡ്രത്തിന് വേണ്ടിയാണ്, ക്യാപിറ്റൽ സിറ്റി ഓഫ് കേരള. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അവിടെയാണ് ഭരണ നേതൃത്വം ഉള്ളത്. കേരളത്തിലെ പൊളിറ്റിക്സ് ഇത്രയും അധികം വികൃതമായിരിക്കുകയാണ്. അതിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുവാൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. Thank you, Jesus.
Hallelujah. Thank you, Jesus. Thank you, Lord. യേശുവേ സ്തോത്രം 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 സ്തോത്രം. Jesus, we bless you, Lord. Thank you, Jesus. Thank you, Lord Jesus. Thank you, Jesus. We bless you, Lord. Thank you, Jesus. കർത്താവേ, ഞങ്ങളുടെ കേരളത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കേരളത്തിൽ നടക്കുന്ന കർത്താവ് എല്ലാ തരത്തിലുള്ള ചീത്ത പ്രവൃത്തികളും വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ആത്മഹത്യയുടെ ആത്മാവ് കേരളം വിട്ടുമാറട്ടെ. ഓ രോഗത്തിന്റെ ആത്മാവ് കേരളം വിട്ടുമാറട്ടെ. ആത്മീയ കർത്താവേ, ആത്മീയമായി മൂല്യച്യുതി സംഭവിച്ച അവസ്ഥയ്ക്ക് വ്യത്യാസം വരട്ടെ. കേരളം പഴയതിനേക്കാൾ ശക്തമായി ആത്മീകമായി തിരിച്ചുവരവുണ്ടാകട്ടെ. കർത്താവേ, ആയിരങ്ങൾ കൂടുന്ന ദൈവസഭകൾ, വചനത്തിന് അധിഷ്ഠിതമായ സഭകൾ കർത്താവ് കേരളത്തിൽ ഉടലെടുക്കട്ടെ. യേശുവിന്റെ നാമത്തില് എല്ലാവിധ പാരമ്പര്യ സഭകളുടെ ബന്ധനങ്ങളും തകർന്ന് ദൈവസഭ ആത്മാവിൽ ആരാധിക്കുന്നത് തീരേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്നതിനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജീവനവനവനവ ശബ്ദലാധികത്തിന് ഘടകം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കേരളത്തിൽ കർത്താവേ, തിരുവനന്തപുരം മുതലുള്ള എല്ലാ ജില്ലകളെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓ റീബാനദന സംദന ഒരു വലിയ കർത്താവ് ഉണർവിന്റെ കാറ്റ് കേരളത്തിൽ അങ്ങോളം ആഞ്ഞടിക്കണ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ജനം വിടുവിക്കപ്പെടണം കർത്താവേ. ഇനിയും കേരളത്തിൽ പല പഞ്ചായത്തുകളിലെ സഭകളില്ല ദൈവമേ. ഞങ്ങൾ കർത്താവെ ജനം കേൾക്കുമ്പോൾ പറയുന്നു കേരളം ഒരു ക്രിസ്തീയ സ്ഥലമാണ്. എന്നാൽ ദൈവമേ, സത്യാവസ്ഥ ഞങ്ങൾക്കറിയാം. കേരളത്തിലെ പല പഞ്ചായത്തുകളിലും കർത്താവെ സുവിശേഷകരില്ല, സഭകളില്ല. എന്നാൽ ഈ ദേശങ്ങൾ അങ്ങനെ തന്നെ സംഭവിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൗത്യം മറന്ന സഭ ദൗത്യത്തിലേക്ക് മടങ്ങി വരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഓ മിഷണറിമാരെ അയച്ചിരുന്ന കേരളം കർത്താവെ വീണ്ടും ആ സുവിശേഷ ദർശനത്തിലേക്ക് മടങ്ങി വരട്ടെ. വേലക്കാരെ അയക്കുവാൻ കർത്താവെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. Hallelujah. Thank you, Jesus. Thank you, Lord Jesus. Thank you, Lord. കേരളത്തിലെ ബൈബിൾ കോളേജുകൾ, ബൈബിൾ സ്കൂളുകൾ ഓർത്ത് പ്രാർത്ഥിക്കാം. പല ബൈബിൾ കോളേജുകളും സ്കൂളുകളും അടച്ചുപൂട്ടി വിൽപ്പനയ്ക്കിട്ടിരിക്കുകയാണ്. ആ സ്ഥിതി മാറണം. കേരളത്തിൽ ആത്മീയ ഉണർവുണ്ടാകുവാൻ സുവിശേഷ ദർശനമുള്ള കുടുംബാംഗങ്ങൾ മക്കളെ സുവിശേഷത്തിലേക്ക് അയക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. കേരളത്തിൽ സ്ഥാനമാനങ്ങളും സ്ഥാപനങ്ങളുമല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ട നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു ബൈബിൾ കോളേജ് വിറ്റുപോകരുത്. ഒരു സുവിശേഷ സഭയും അതിന്റെ പ്രവർത്തനം നിർത്തിപ്പോകരുത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന കൂട്ടങ്ങളെ ഉളവാക്കുവാൻ, അനേകരെ പരിശീലിപ്പിക്കുവാൻ, അനേക നല്ല ബൈബിൾ സ്കൂൾ ഉണ്ടാകുവാൻ, നല്ല ടീച്ചേഴ്സ് ഉണ്ടാകുവാൻ, ദർശനമുള്ള നേതാക്കന്മാർ ഉണ്ടാകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കേരളത്തിലെ ബൈബിൾ കോളേജുകളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കൊയറിലെ സഹോദരന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കേരളത്തിലെ ബൈബിൾ കോളേജുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ പറഞ്ഞ വിഷയമായിട്ട് കർത്താവെ പിന്നെയും അപ്പച്ചന്റെ പാദപീഠത്തിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്നു. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. കേരളത്തിൽ നടക്കുന്ന കർത്താവെ ഹല്ലേലൂയ എല്ലാ വേദപഠന ക്ലാസുകളെയും കർത്താവെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. ദൈവമായ കർത്താവെ അവിടുത്തെ കൃപ പകരപ്പെടണമേ കർത്താവെ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പഠിച്ചു സ്തോത്രം ഹല്ലേലൂയ. തികവുള്ള സ്തോത്രം ഹല്ലേലൂയ. അനേക ശുശ്രൂഷകര്, അനേക മിഷനറിമാർ കർത്താവെ ഹല്ലേലൂയ
ലോകത്തെമ്പാടും സ്തോത്രം ഹല്ലേലൂയ കർത്താവിന്റെ വേലയുമായി കടന്നു ചെല്ലുവാൻ തക്കോണം ദൈവമേ അവിടുന്ന് ഒരുക്കണമേ ഹല്ലേലൂയ. അതിനുള്ള മുഖാന്തരങ്ങളെ ഒരുക്കണമേ കർത്താവേ, ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം പരിശുദ്ധ പിതാവേ. ഹല്ലേലൂയ പ്രത്യേകാല ഹല്ലേലൂയ സ്തോത്രം കർത്താവേ നടത്തുന്ന സഭകളെ ഓർക്കുന്നു. ഹല്ലേലൂയ കർത്താവേ ബൈബിൾ കർത്താവേ ഹല്ലേലൂയ ആ വേദനയുടെ ക്ലാസിന് വേണ്ടിയിട്ട് കർത്താവേ ഹല്ലേലൂയ ഒരുക്കിയിരിക്കുന്ന ഹല്ലേലൂയ കർത്താവേ എല്ലാ മുഖാന്തരങ്ങളെയും ഓർക്കുന്നു കർത്താവേ ഹല്ലേലൂയ. വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെടണമേ ഹല്ലേലൂയ കർത്താവേ. ശത്രു ഒരിടത്തും നോട്ടം വയ്ക്കാതെ വണ്ണം ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അയച്ച് ഹല്ലേലൂയ സ്തോത്രം അത് വരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ കർത്താവേ അനേകർ ദൈവത്തിലേക്ക് ആദായപ്പെടുത്തുന്നവരായി തീരുന്ന ഹല്ലേലൂയ കർത്താവേ ശുശ്രൂഷകന്മാരെ വാർത്തെടുക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവ പരിജ്ഞാനത്തിൽ തികവുള്ളവരായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വലിയ ഹല്ലേലൂയ കർത്താവേ കൃപ പകരപ്പെടുമാറാകണമേ എന്ന് ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ. ദൈവമായ കർത്താവേ കേരളത്തിലെ അധികാരികളൊക്കെയും സ്തോത്രം ഹല്ലേലൂയ ദൈവത്തെ അറിയുന്നവരായിട്ട് തീരട്ടെ കർത്താവേ ഹല്ലേലൂയ. അവർ ഈ വചനം പഠിക്കുവാൻ തക്കവണ്ണം കടന്നു വരുവാൻ തക്കവണ്ണം ദൈവമേ മുഖാന്തരങ്ങളെ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. എല്ലാ കാര്യങ്ങളും ശാന്തവുമായിട്ട് പരിശുദ്ധാത്മാവ് ചെയ്ത് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനവ മഹത്വം പങ്കെടുക്കണം. സകല ഞങ്ങളുടെ ജീവിതം യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് പ്രാർത്ഥനകൾക്കായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അടുത്ത പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ള ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഉണ്ടോ? തിരുവനന്തപുരം ജില്ലയിൽ എത്ര പേരുണ്ട്? ട്രിവാൻഡ്രം ജില്ലയിൽ നിന്ന് 1, 2, 3 പേരുണ്ട്. താങ്ക് യു. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? തിരുവനന്തപുരം ജില്ല. നെക്സ്റ്റ് കൊല്ലം. യെസ്, സ്റ്റാൻഡപ്പ്. കൊല്ലം ജില്ല ഒരുമിച്ച് നിന്നാട്ടെ. തിരുവനന്തപുരം ഈ സൈഡിൽ വന്നോട്ടെ. ഫസ്റ്റല്ലേ തിരുവനന്തപുരം. കൊല്ലം ഒരുമിച്ച്. കൊല്ലം ജില്ല. തേർഡ്. കൊല്ലം കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ല. എത്ര പേരുണ്ട്? ഒരുമിച്ച്. പത്തനംതിട്ട. ജോയിൻ ദാൻ. ആലപ്പുഴ. ഇച്ചിരി മാറുന്നില്ലേ? ആലപ്പുഴ ഒരുമിച്ച് വാ. തിരുവനന്തപുരം ജില്ല ഇവിടെ നിൽക്കട്ടെ. കൊല്ലം ഇവിടെ വരട്ടെ. കൊല്ലം. പത്തനംതിട്ട. കൊല്ലം ഇവിടെ. അതേതാ? പത്തനംതിട്ടയാണോ? ആലപ്പുഴക്കാർ ഇവിടെ വന്നാട്ടെ. ആലപ്പുഴ ഇവിടെ ആ ഗ്രൂപ്പിനകത്ത്. ആലപ്പുഴ ദാണ്ട് നിൽക്കുന്നു. സഹോദരിമാർ അങ്ങോട്ട് ചെന്നാട്ടെ. ആലപ്പുഴ. താങ്ക് യു. പത്തനംതിട്ട എവിടാ? ഇവിടെയല്ല, ഒരു സ്ഥലത്ത്. ആ ഫാന്റെ കീഴോട്ട് പോട്ടെ. അങ്ങോട്ട് പോ. പത്തനംതിട്ട. കോട്ടയം ജില്ല. ഇങ്ങോട്ട് വന്നാട്ടെ. കോട്ടയം. കേരളത്തിന്റെ അക്ഷരനഗരിക്കാരെ ഇവിടെ മുന്നിൽ നിൽക്കട്ടെ. കോട്ടയം. ഇടുക്കി ഡിസ്ട്രിക്റ്റുകാരുണ്ടോ? ഇടുക്കിക്കാരില്ലയോ? ഇല്ല. ഇടുക്കിയുണ്ടോ? ഷിജു പുറത്തു പോയി. ഓക്കെ. എറണാകുളം. യെസ്, കം ഹിയർ. എറണാകുളം എവിടെ? കം ഹിയർ. വെരി ഗുഡ്. ഇവിടെ. തൃശ്ശൂർ ജില്ല. പാസ്റ്ററുണ്ട്. പാസ്റ്റർ കൂടെ ഞാനും ഉണ്ട്. തൃശ്ശൂർ. എറണാകുളം ഇല്ലയോ? എറണാകുളം അങ്ങോട്ട് പോകും. പാലക്കാട് ജില്ലക്കാരെങ്കിലും ഉണ്ടോ? ഓക്കെ. മലപ്പുറം ജില്ല ഇവിടെ വരട്ടെ. വൈഫുണ്ടോ? ഇവിടെ കുഴപ്പമില്ല. രണ്ടുപേരും. സിസ്റ്റർ ജില്ലയാ? ആലപ്പുഴ. ഓക്കെ. മലപ്പുറം. ഗുഡ്. കോഴിക്കോട് ജില്ല. ഇല്ല. വയനാട്. ഇല്ല. കണ്ണൂർ. കാസർഗോഡ്. ഇല്ല. ഇനി
നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം, വടക്കോട്ട് പോകുന്തോറും ആളുകളുടെ എണ്ണം കുറവാണ്. അത് കേരളം മാത്രമല്ല, ഏത് സ്റ്റേറ്റിൽ പോയാലും നോർത്തിനോട് ഭയങ്കര ഒരു ഇതുണ്ട്. ഒന്ന്, നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. രണ്ട്, കേരളത്തിൽ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു പ്രവണത, ഒരാൾ മറ്റൊരാൾ എന്ത് ചെയ്യത്തില്ല, അംഗീകരിക്കത്തില്ല. ഞാൻ പറയുന്നത് തെറ്റാണോ? ആണോ? ഹലോ, ശ്രദ്ധ കളയരുത്, നമ്മുടെ പ്രാർത്ഥനയിലാണ്. നമ്മൾ മറ്റൊരാളെ അംഗീകരിക്കാൻ വിമുഖത കാട്ടാറുണ്ടോ ഇല്ലയോ? യെസ്, ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ടോ? ഇന്നത് ഏറ്റു പറയാൻ തയ്യാറാണോ? കേരളം പഴയതിനേക്കാൾ ശക്തമായി തിരിച്ചു വരണം. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം, നമ്മുടെ സംസ്ഥാനം പഴയതിനേക്കാൾ ശക്തമായി തിരിച്ചു വരണം. ഇന്ന് ആന്ധ്രയാണ് സുവിശേഷ വേലയ്ക്ക് ആളുകളെ അയക്കുന്നത് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് ഇന്ത്യയിൽ. 2, തമിഴ്നാട്. കൊടുക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് തമിഴ്നാട്. കേരളമായിരുന്നു, കേരളത്തിന് സ്ഥാനമെല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ആദ്യം തമ്മിൽ എന്ത് ചെയ്യണം? ഒന്നാകണം. ഇഷ്ടപ്പെടത്തില്ല. തയ്യാറാണോ? ആദ്യം നമ്മളെ ഒരേ ഡിസ്ട്രിക്റ്റുകാർ തമ്മിൽ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിനോട്, ചിലർക്ക് ചില ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഐ എം നോട്ട് ജോക്കിംഗ്, ഐ ഹാവ് സീൻ. ചില ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ഇതുണ്ട്, നമ്മൾ ഒരേ സംസ്ഥാനക്കാർ തമ്മിൽ നിന്നാൽ ദൈവപ്രവൃത്തി വെളിപ്പെടത്തില്ല. ദൈവം നമ്മളിവിടെ കൊണ്ടുവന്നത്, ഇന്ന് കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സാവകാശം തന്നതിൽ ദൈവത്തിന് എന്തൊരു പദ്ധതിയുണ്ട്, അത് നഷ്ടപ്പെടുത്തരുത്. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ സഭയ്ക്കകത്ത് ദൈവം എല്ലാ ഡിസ്ട്രിക്റ്റുകാരെയും കൊണ്ടുവരട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക, ആദ്യം ഒരേ ഡിസ്ട്രിക്റ്റിലെ ആളുകൾ തമ്മിൽ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഒരേ ഡിസ്ട്രിക്ട്, നിങ്ങൾ ആ ഡിസ്ട്രിക്റ്റിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ആ ഡിസ്ട്രിക്റ്റിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിന്ന് പ്രാർത്ഥിക്കാം, മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. Hallelujah. Thank you, Jesus. Hallelujah. Hallelujah. Thank you, Jesus. Yes. കർത്താവേ, തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി, കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പത്തനംതിട്ടയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ആലപ്പുഴ ജില്ലയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കോട്ടയം ജില്ലയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഇടുക്കി ജില്ലയ്ക്കായി പ്രാർത്ഥിക്കുന്നു. എറണാകുളം ജില്ലയ്ക്കായി പ്രാർത്ഥിക്കുന്നു. തൃശ്ശൂർ ജില്ലയ്ക്കായി പ്രാർത്ഥിക്കുന്നു. പാലക്കാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മലപ്പുറത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ണൂരിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാസർഗോഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുവിശേഷം എത്താത്ത കേരളത്തിലെ ജില്ലകളെ, പ്രദേശങ്ങളെ, പഞ്ചായത്തുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവേ എന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ കർത്താവ് സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ കേരളത്തിൽ മുൻപുള്ളതിനേക്കാൾ അധികമായി സുവിശേഷ വേലക്കാരുണ്ടാകട്ടെ. സുവിശേഷത്തിന് പണം കൊടുക്കുന്നവരുണ്ടാകട്ടെ. പ്രാർത്ഥിക്കുന്നവരുണ്ടാകട്ടെ. കേരളം പഴയതിനേക്കാൾ ശക്തമായി ആത്മീയമായി മടങ്ങി വരട്ടെ. ജനത്തെ കർത്താവെ ഭൗതികവാദത്തിലേക്ക് നയിക്കുന്ന ശക്തികൾ മാറിപ്പോയി ദൈവത്തെങ്കിലേക്ക്, ആശ്രയത്തിലേക്ക് മടങ്ങി വരുവാൻ യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആത്മീയ ഐക്യത കർത്താവെ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. കർത്താവ്, നിങ്ങളുടെ ജില്ലകളിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജില്ലകളിലുള്ള സുവിശേഷ പ്രസ്ഥാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജില്ലകളിലുള്ള ദൈവസഭകളെ, ലീഡേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജില്ലകളിലുള്ള ബൈബിൾ കോളേജുകളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. Thank you, Jesus. Thank you, Jesus. Oh Lord, we pray all the districts of Kerala is going to be blessed. Jesus is Lord over Kerala. Jesus Christ is Lord over Kerala. Oh Lord, thank you. Thank you for choosing us from the state of Kerala. Thank you, Lord Jesus. Hallelujah. Kerala. Oh
കേരളത്തെ പണ്ടത്തേക്ക് അധികമായി നിശക്തമായി ഉപയോഗിക്കാൻ പോകുകയാണ്. നിനക്ക് സ്തോത്രം. കേരളത്തിൽ നിന്ന് അനേക അഭിഷക്തന്മാരെ നീ ലോകമെമ്പാട് അയക്കാൻ പോകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കേരളത്തിൽ അഭിഷക്തന്മാരെ പരിശീലിപ്പിക്കുന്ന പരിശീലന കേന്ദ്രങ്ങൾ, ദൈവ കർത്താവേ, വേദപഠന ക്ലാസുകൾ, കോളേജുകൾ ഉണ്ടാകാൻ പോലെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഇപ്പോഴും വിശ്വസ്തയോടെ അനേകരെ ട്രെയിൻ ചെയ്ത് അയക്കുന്ന എല്ലാ സ്ഥാപനങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ ആത്മീയവും ഭൗതികവും സാമ്പത്തികമായ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ സഭയെ കാർന്നു തിന്നുന്ന ഭൗതികവാദത്തിന്റെ വിത്ത് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കേരളത്തെ സഭകളിലേക്ക് കർത്താവെ കൾട്ടുകളെ, ദുരുപദേശത്തെ കടത്തിവിടുന്ന ദുഷ്ടന്റെ സകല പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദുരുപദേശങ്ങൾ നിങ്ങളുടെ സഭയെ വിടുവിക്കണമേ കർത്താവേ. കേരളത്തെ ദുരുപദേശങ്ങൾ വിടുവിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you, Jesus. Thank you, Lord 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 Jesus. ദുരുപദേശം പ്രസംഗിക്കുന്നവർ സത്യത്തിലേക്ക് മടങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാ ദുരുപദേശ പ്രസ്ഥാനങ്ങളും യേശുവിന് നിന്നു പോകട്ടെ. അവർ സത്യത്തിലേക്ക് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. കർത്താവേ, സഭയ്ക്കകത്തും സംഘടനകൾക്കും എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ബന്ധായി പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സഭയ്ക്കകത്തുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലാതാകട്ടെ. പിശാച് വിധിച്ചൊരു കളയാണല്ലോ കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ശാസിക്കുന്നു. സഭയ്ക്കകത്തുള്ള രാഷ്ട്രീയ പ്രവർത്തനം മാറിപ്പോട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കേരളത്തിൽ ദുരുപദേശം വളരെയധികം വർദ്ധിക്കുന്നു. എറണാകുളം പട്ടണത്തിലും തിരുവനന്തപുരം പട്ടണത്തിലും സാത്താന്റെ സഭകൾ പൂർവാധികം ശക്തിയോടെ വളരുന്നു. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുമ്പോൾ സാത്താന്റെ സഭ കേരളത്തിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമക്കൾ ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ, ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ. കേരളം സാത്താന്റെ സഭയ്ക്ക് അവകാശപ്പെട്ടതല്ല, യേശു രക്തം ചിന്തി വാങ്ങിയ ദൈവസഭയ്ക്ക് ആകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാട്ടെ, ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സാത്താന്റെ സഭയുടെ വേരുകൾ കേരളത്തിൽ നിന്ന് പറഞ്ഞു മാറുവാൻ പ്രാർത്ഥിക്കാം. യെസ്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലുമുള്ള സാത്താന്റെ സഭകൾ യേശുവിന്റെ നാമത്തിൽ വേരോടെ അറ്റുപോകട്ടെ. ജനത്തെ ചതിക്കുന്ന ആ ചതി യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ചതിവിന്റെ ആത്മാവ്, വഞ്ചനയുടെ ആത്മാവ് ജനത്തെ ദുരുപദേശത്തിലേക്ക് വലിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ നഷ്ടമായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു, യേശു മാത്രം കേരളത്തിലെ കർത്താവ്. കേരളത്തിൽ വളർന്നു വരുന്ന കൾട്ട് ഗ്രൂപ്പുകൾക്കെതിരായിട്ട് ഒരു വ്യക്തി പ്രാർത്ഥിക്കട്ടെ. കേരളത്തിലെ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ദുരുപദേശങ്ങൾ വളരെയധികം വളരുന്നു. എത്ര പാപം ചെയ്താലും കർത്താവ് നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മുന്നമേ മരിച്ചിരിക്കിയാൽ അത് പാപമായി കണക്കിടുകയില്ല, പാപത്തിന് ക്ഷമയുണ്ടെന്നും പറഞ്ഞ് ജനത്തെ വഞ്ചിക്കുന്ന വലിയ കൂട്ടങ്ങളുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയെ മാറ്റിക്കളയുന്ന അനേകം ആളുകൾ ഇന്ന് ദൈവസഭയ്ക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. കേരളത്തിലെ ദൈവസഭകൾ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും സ്ഥാനങ്ങൾക്കും പുറകെ പോകുവാൻ തുടങ്ങി. അതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാകട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ട വിഷയത്തിനായിട്ട് പ്രാർത്ഥിക്കും. പരിശുദ്ധനായ സ്വർഗ്ഗത്തിലെ പിതാവേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, പരസ്പരം കൈകോർത്തുകൊണ്ട് കർത്താവേ ഞങ്ങളെ കേരള ദേശത്തിനോർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. വിഭിന്ന ജില്ലക്കാർ കർത്താവേ പരസ്പരം കൈകോർത്തുകൊണ്ട് കർത്താവേ കേരളത്തിലെ കർത്താവേ ഞങ്ങൾ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സാത്താന്റെ ശക്തികൾ തകരട്ടെ, ദുരുപദേശങ്ങൾ തകരട്ടെ കർത്താവേ. ഹല്ലേലൂയ. പരസ്പരം അംഗീകരിക്കുന്ന അനുഭവത്തില്, പരസ്പരം ആശ്രയിക്കുന്ന അനുഭവത്തില് ജനത്തെ ഒരുക്കുമാറാണമേ. എല്ലാ സുവിശേഷ പ്രവർത്തനത്തോട് പ്രാർത്ഥിക്കുക.
പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ജില്ലകളിലും പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. കോസ്റ്റൽ ഏരിയാസ് ഉണ്ട് കർത്താവേ, ഹില്ലി ഏരിയാസ് ഉണ്ട് കർത്താവേ. ഹല്ലേലൂയ. അവരെല്ലാം ഓർക്കുകയാണ് കർത്താവേ. അവർ പ്രതിഭാസമാരുണ്ട് കർത്താവേ. ഇവരെ സഹായിക്കണമേ. ഹല്ലേലൂയ. എല്ലാ ദുരുപദേശങ്ങളും കർത്താവേ, എല്ലാ ദുരുപദേശങ്ങളും തകരട്ടെ യേശുവിന്റെ നാമത്തിൽ. പ്രാർത്ഥിക്കുമ്പോൾ സാത്താന്യ കോട്ടകൾ തകരട്ടെ കർത്താവേ. ഹല്ലേലൂയ. In the name of Jesus. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കേരളത്തോട് പ്രാർത്ഥിക്കണം കർത്താവേ. ഹല്ലേലൂയ. അനേകരെ കർത്താവേ സുശേഷവേലയ്ക്ക് ആത്മഭാരമുള്ളവരായി കർത്താവേ അന്നേരം ഇടവരുത്തുമാറാണമേ. ഹല്ലേലൂയ. സുശേഷം കൊടുക്കുവാൻ, സുശേഷ പ്രവർത്തനമുള്ള കർത്താവേ ഉത്തേജിപ്പിക്കുവാൻ വിലാസം ഒരുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബൈബിൾ കോളേജുകള് ഹല്ലേലൂയ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികള് ആത്മഭാരമുള്ളവരായിട്ട് ഹല്ലേലൂയ ഏതുവിധ അനേകരെ കർത്താവിലേക്ക് നേടുവാൻ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വിദ്യാഭ്യാസ ഹല്ലേലൂയ ഒരു ബൈബിൾ കോളേജ് പോലും കർത്താവേ വിറ്റുനിന്ന് പോരുത്. ഹല്ലേലൂയ. സാത്താന്യ കോട്ടകള്, സാത്താന്യ സഭകള് തകരട്ടെ കർത്താവേ. ദുരുപദേശങ്ങൾ തകരട്ടെ കർത്താവേ. In the name of Jesus. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം കർത്താവേ. സ്ഥലവും ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ പൂർണ്ണനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ കേൾക്കുമാറാണമേ സ്വർഗീയ നല്ല പിതാവേ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മൾ പല ജില്ലകളായി പ്രാർത്ഥിച്ചു. ഇനി കേരളം ഒന്നായി പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാവരും ചേർന്ന് നമ്മൾ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ കരങ്ങൾ കോർത്ത് പിടിച്ച് ഒറ്റ കേരളം, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒറ്റ കേരളം. റൗണ്ടിൽ പെട്ടെന്ന് നാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കേരളം, ഒരു കേരളം. ഹല്ലേലൂയ. എല്ലാവിധ അഭിപ്രായ ഭിന്നതകളും മാറിപ്പോകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ. കേരളത്തെക്കുറിച്ച് നല്ല റെസ്പെക്റ്റ് ഉണ്ട്. എന്നാൽ റെസ്പെക്റ്റ് പോകുന്ന പല കാര്യങ്ങളും ഇന്ന് നടക്കുന്നു. ദൈവമക്കളെ, നമ്മളെവിടെ ചെന്നാലും അത് കേൾക്കുന്ന എനിക്ക് സന്തോഷമല്ല കേരളത്തെ പറ്റി ഒരാൾ കുറ്റം പറയുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് കേരളത്തിലെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. ഏറ്റവും അധികം എനിക്ക് ഭയമുള്ളത് ദുരുപദേശങ്ങൾ കേരളത്തിൽ വളരെയധികം വളർന്നു കഴിഞ്ഞു. അതുകൊണ്ട് അതിനെതിരായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. 2, പല ദൈവദാസന്മാരും പാപത്തിൽ വീഴുന്നു. നമ്മൾ അവരെ കുറ്റം വിധിക്കാറുണ്ട്. എന്നാൽ നമ്മൾ ആരെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കർത്താവേ, ആ ദൈവദാസനെ, ആ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ദൈവദാസൻ വീണുപോയി എന്ന് പറഞ്ഞ് കളിയാക്കുന്നതിന് പകരമായി കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവനാണ്, ഞാൻ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവളാണ് എന്ന് പറഞ്ഞ് എത്ര പേർ അതിന് തയ്യാറായിട്ടുണ്ട്? ഇന്ന് പകൽ നാം ഒരുമിച്ച് കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മുന്നമേ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ വിട്ടുകളഞ്ഞ് ദൈവത്തോട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുക. പലവട്ടം ദൈവം പലപ്പോഴും പറഞ്ഞപ്പോൾ നമ്മൾ കംഫർട്ട് സോൺ നോക്കി അവിടെ ഇരുന്നു. കംഫർട്ട് സോൺ തോന്നി നമ്മൾ അവിടുത്തെ ചർച്ച നല്ലതാ, ഇത് വിട്ടു പോകണ്ട, കേരളത്തിലാണെങ്കിൽ ഭാഷയുടെ പ്രയാസമില്ല, മറ്റു സ്ഥലങ്ങളിലേക്ക് പോകണം. അല്ല ദൈവമക്കളെ, അതിനെ ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം. 2, ഇന്ന് വടക്കേ ഇന്ത്യയിലോ ലോകത്തിന്റെ ഏത് ഭാഗത്തും ഏറ്റവും കൂടുതൽ മിഷണറിമാരുള്ളത് കേരളത്തിലെ സൗരസൗരന്മാരാണ്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ നാട്ടിലെ ഫുഡും ക്ലൈമറ്റും ഒക്കെ മാറി പലയിടത്ത് വർക്ക് ചെയ്യുന്ന എല്ലാ മിഷണറിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആദ്യത്തെ വിഷയം കേരളത്തിന്റെ ഐക്യത. 2, കേരളത്തിൽ നിന്നുള്ള സഹോദരന്മാർ ലോകത്തിന്റെ പല ഭാഗത്ത് മിഷണറിമാരായിട്ട് വർക്ക് ചെയ്യുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 3, കേരളത്തിൽ ആത്മീയ നവോത്ഥാനം ഉണ്ടാകണം. ഈ 3 വിഷയങ്ങളെ ഓർത്തുകൊണ്ട് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. 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 താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, ഞങ്ങളുടെ കേരളം ഉണരണം, യേശുവിനെ അറിയണം, യേശുവിനോട് നിൽക്കുന്നതാകണം കർത്താവേ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കേരളത്തെ അനുഗ്രഹിക്കുകയാണ് കർത്താവേ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകൾ നിങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ എല്ലാ ഭിന്നതകളും ഭിന്നാഭിപ്രായങ്ങളും മാറിപ്പോകട്ടെ. ദൈവദാസന്മാർ പാപത്തിൽ വീഴാതെ നീ അവരെ സൂക്ഷിക്കണമേ കർത്താവേ. അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള കൃപ നൽകണമേ. സംഘടനകൾ ഐക്യമത്യത്തോട് പ്രവർത്തിപ്പാൻ കർത്താവ് സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എല്ലാവരും വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ട പത്രോസ് ചായ നമ്മുടെ പ്രാർത്ഥനയിൽ സഹായിക്കും. കർത്താവേ, നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ,
ഈ നല്ല സമയത്തിനായി ദൈവമേ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവേ സ്തോത്രം. സഭയായി ഇത്തരത്തിൽ കൂടി വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ കർത്താവേ സ്തോത്രം. ദൈവരിക്ക നല്ല സാവാസത്തിനായി നന്ദിയോടെ സ്തോത്രം. അവൻ നല്ലവനല്ലോ, അവന്റെ നേതൃത്വം പാടുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവേ സ്തോത്രം. ഇപ്രകാരം കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം ഞങ്ങൾ ഒരിക്കലും നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവ്. നശിച്ചു പോകുന്ന ജനത്തിന് വേണ്ടി കർത്താവ് ഇവിടെ നിൽപ്പാൻ ദൈവം ഒരിക്കലും സഹവാസത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ വലിയ ദാസന്മാരെ ദൈവം സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ കർത്താവേ. യാതൊരു വിധത്തിലും പാവത്തിൽ കർത്താവ് വീണ് പോകാതെ കർത്താവേ സ്തോത്രം. നിലനിൽപ്പാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കേരളത്തെ ദൈവം തിരിച്ചെടുക്കണമേ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. അവിടുത്തെ പ്രവർത്തനങ്ങളെ ദൈവം മാനിക്കണമേ കർത്താവേ. അനേക ജീവിതങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം. അതിനായി കർത്താവേ എല്ലാ ദൂതോപദേശങ്ങളും മാറിപ്പോകട്ടെ കർത്താവേ സ്തോത്രം. തന്റെ ജനം ദിവസത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം മുഖാന്തരം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ കർത്താവ് സഭയായി കർത്താവ് ദേവാസം ഒരുമിച്ച് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ കേൾപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളെ പ്രാർത്ഥന കേട്ടിക സ്തോത്രം. സകല മാനവും മഹത്വം തരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവന് വെടി ഞാൻ യേശുവിനെ യാചിക്കുന്നു. കേൾക്കണം സ്വർഗ്ഗപിതാവേ. കർത്താവ് പ്രാർത്ഥന സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Yes,
സർവശക്തൻ ഹല്ലേലൂയ കൂടെയുണ്ട് തകരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ ദൈവത്തെ പരമാർത്ഥതയോടെ ആരാധിപ്പാൻ ഇത്രത്തോളം ദൈവം സഹായിച്ചല്ലോ. ഇനി അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം അരമണിക്കൂർ നാം ശ്രമിക്കാൻ പോവുകയാണ്. അസംബ്ലീസ് ഓഫ് ഗോഡ് ഹല്ലേലൂയ സഭയുടെ ശുശ്രൂഷകനായി ഷാർജയുടെ പ്രദേശത്ത് കർത്താവിന്റെ മഹത്വമുള്ള വേലയിലായിരിക്കുന്ന പാസ്റ്റർ ബാബുക്കുട്ടി അവർ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഞങ്ങളൊരു ദേശക്കാരാണ് എങ്കിലും ഞങ്ങൾ പരിചയപ്പെട്ട നാള് മുതൽ അന്നു മുതൽ ഇന്ന് വരെയും ദൈവസ്നേഹത്തിൽ തുടരുവാൻ ദൈവാവസരം നൽകുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള കാര്യത്തിൽ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ചില വർഷങ്ങൾ ഞാൻ വടക്കൻ പറവൂരിന്റെ പ്രദേശത്തായിരുന്നപ്പോൾ പ്രിയ പത്രോസ് ബ്രദറിനെ പരിചയപ്പെടുവാൻ ദൈവം അവസരം നൽകി. ദീർഘവർഷങ്ങളായിട്ടുള്ള ബന്ധം ഇന്നും തുടരുവാൻ ദൈവം അവസരം തരുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയിലേക്ക് പ്രിയപ്പെട്ട ദൈവമായ പ്രൈസ് ദി ലോർഡ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റൊരു സൂക്ഷിക്കുന്ന കർത്താവിന്റെ ദാസനും എല്ലാ ദൈവജനത്തിനും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തില് എന്റെ സ്നേഹവചനത്തെ ഞാൻ അറിയിക്കുന്നു. വിശേഷാൽ പ്രകാരം ഇന്ന് ഈ സന്ധ്യാസമയത്ത് ദൈവസന്നിധാനത്തില് ദൈവജനത്തോട് ചേർന്ന് ഒന്നിച്ചായിരിക്കാൻ സ്വർഗസ്ഥനായ ദൈവം എന്റെ ജീവിതത്തിൽ ഒരുക്കപ്പെട്ട വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഞാന് പത്തനംതിട്ട ജില്ലയിലെ കിടങ്ങന്നൂർ എന്ന് പറയുന്ന ഗ്രാമത്തില് ജനിച്ചു വളർത്തപ്പെട്ടു. കർത്താവിന്റെ ദാസന്റെ വീടും അവിടെയാണ്. എന്നാൽ ഇവിടെ വന്നതിന് ശേഷമാണ് ഇപ്രകാരം പരിചയപ്പെടുവാൻ ദൈവം വർഷക്കാലം കർത്താവിന്റെ ദാസനുമായിട്ടുള്ള പരിചയം എനിക്കുണ്ട്. അതിലുപരിയായി ദൈവത്തിന് സ്തോത്രം. ഞാൻ ഗിൽഗാൽ ബൈബിൾ സെമിനാരിയിലെ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ദാസനെ വചനം എന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ജോലി ചെയ്യുമ്പോൾ തന്നെ ഷാർജയിൽ ഒരു എളിയ പ്രവർത്തനം കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ ദിവസങ്ങൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ പ്രകാരം പ്രാർത്ഥന ഇവിടെ ക്രമീകരിക്കുന്നുണ്ട്. അതിൽ കടന്നു വന്ന് സംബന്ധിക്കണം. എനിക്ക് വളരെ സന്തോഷമുണ്ടായി. കർത്താവിന്റെ ദാസനോട് ഞാൻ വരാമെന്ന് പറഞ്ഞു. ഇന്ന് പകൽകാലം ഇപ്രകാരം ദൈവം അതിനുള്ള അവസരം ഒരുക്കി. വിശേഷാൽ ഉപവാസ പ്രാർത്ഥന ദിവസത്തിനകത്ത് ഒന്നിച്ച് കടന്നു വന്ന് ദൈവജനത്തോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് പകൽകാലം ദൈവം ഒരുക്കി നല്ല അവസരത്തിനായി ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇത് യഹോവയാൽ സംഭവിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം വിശേഷാൽ ഉപവാസ പ്രാർത്ഥന ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു സംശയവും വേണ്ട. ഇത് യാദൃശ്യമായി വന്ന സംഭവമല്ല. ദൈവത്തിന്റെ പ്രത്യേക പദ്ധതി പ്രകാരം നടന്നൊരു വിഷയമാണ് എന്ന് പൂർണ്ണമായി ഞാൻ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നലെ ഞാൻ അവിടെ ആയിരുന്നപ്പോൾ കർത്താവേ നിന്റെ ദാസന്റെ ആ സഭയിലേക്ക് കടന്നു പോകണം, എന്നാൽ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം എനിക്കൊരു അവസരം നീ തരുമ്പോൾ നിന്റെ മാറ്റമില്ലാത്ത വചനം നിന്റെ ജനത്തോട് അറിയിക്കണമെന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പെട്ടെന്ന് എന്റെ ഹൃദയത്തില് വേദവസ്തകം ഞാൻ എടുത്തില്ല. ഞാൻ അവിടെ നിന്നപ്പോൾ കുറിച്ചോവാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു. പ്രൈസലോട് ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് പ്രൈസലോട് അവിടെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു, ഒരു പേന എടുത്തു, പെട്ടെന്ന് ആ കാര്യം കുറിച്ചു. പ്രൈസലോട് ഹല്ലേലൂയ. ഞാനതിന് ശേഷം അവിടെ ഇരുന്നിട്ടേ ഇല്ല. എന്നാൽ ഇന്നിങ്ങോട്ട് പോകുന്നതിന് അരമണിക്കൂർ മുമ്പ് ആ കഴിഞ്ഞ ഇന്നലെ കുറിച്ചു വെച്ച് ഞാൻ എടുത്തു. പ്രൈസലോട് ഹല്ലേലൂയ. അതൊന്ന് നോക്കുക മാത്രം ചെയ്തു. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് പകൽകാലം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു നമ്മുടെ മധ്യത്തിൽ സർവശക്തന്റെ വലിയ സാന്നിധ്യമുണ്ട്. പ്രൈസലോട്. നമ്മെ ഓരോരുത്തരെയും നല്ലവണ്ണം അറിയുന്നുണ്ട്. പ്രൈസലോട്. പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് ഇന്ന് പകൽകാലം എന്നെ നടുവിലുണ്ട്. പ്രൈസലോട്. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുക, അവിടെ നേർക്കാൻ പോകുക. പ്രൈസലോട്. അതുകൊണ്ട് ഇന്ന് പകൽകാലം ഒരുക്കത്തോടെ ദൈവസന്നിധാനത്തിൽ കടന്നു വന്ന ദൈവജനം വേറെ പോകാതെ വണ്ണം ഇന്ന് പകൽകാലം ചില വിഷയങ്ങൾ ക്ഷണത്തിൽ നടക്കാൻ പോകുക. പ്രൈസലോട്. ഈ ഒരൊറ്റ വാക്യം പരിശുദ്ധമാണ് എനിക്ക് തന്നത്. കാര്യം ക്ഷണത്തിൽ നടക്കാൻ പോവാ. എത്ര പേർക്ക് രാത്രികാലം വിശ്വാസമുണ്ട്? കാര്യം ക്ഷണത്തിലല്ലയോ
നടന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസലോടെ അല്പസമയം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഒരു വേദവാക്യമായി കർത്താവ് ശരണപ്പെടുന്നു. നമുക്ക് റോമാലേഖനം പ്രൈസലോട് 4-ാം അധ്യായം നമുക്ക് എടുക്കാം. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 17-ഉം 18-ഉം വാക്യം നമുക്ക് വായിക്കാം. റോമാലേഖനം 4-ാം അധ്യായം 17-ഉം 18-ഉം വാക്യം വായിക്കാം. പ്രൈസലോട്. ആ ആ ആ ആ ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നമുക്ക് സുപരിചിതമായ വേദവാക്യമാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഈ ദൈവവചനത്തിന് ശക്തിയുണ്ട്. പ്രൈസലോട്. ഈ ദൈവവചനത്തിന് ജീവനുണ്ട്. പ്രൈസലോട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അത് വിശ്വസിക്കണം. പ്രൈസലോട്. പലതും പഴകിപ്പോകും, പലതും ദ്രവിച്ചു പോകും. എന്നാൽ ദൈവവചനം ദ്രവിച്ചു പോകത്തില്ല, അത് പഴകി പോകത്തില്ല. അതിന് ശക്തിയുണ്ട്. പ്രൈസലോട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുടെ മേൽ ആ ശക്തിയുടെ വ്യാപാരം ഇറങ്ങിച്ചുകൊണ്ട് പ്രൈസലോട് ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുവാനിടയായി തീരും. പ്രൈസലോട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇരിക്കുന്ന ദൈവജനമൊക്കെ അരമണിക്കൂർ മാത്രമേ ഞാൻ ഇവിടെ ശുശ്രൂഷിക്കത്തുള്ളൂ. വളരെ പ്രാർത്ഥനയോടുകൂടി ഇരുന്നാൽ നമുക്ക് ഒന്നിച്ച് ദൈവത്തിന്റെ നിജനെ പ്രാപിച്ച് ഇന്ന് പകൽക്കാലം രാത്രികാലം മടങ്ങുവാൻ നമുക്കിടയായി തീരും. 4-17 വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ. അപ്പോൾ അബ്രഹാം വിശ്വസിച്ച ദൈവത്തിന്റെ ആ ദൃഷ്ടി ഇന്ന് പകൽക്കാലം ഈ ഹാലിനകത്തുണ്ട്. പ്രൈസലോട്. ഹല്ലേലൂയ. താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ. അപ്പോൾ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അബ്രഹാമിന്റെ വിശ്വാസം ദൈവത്തിന്റെ ദൃഷ്ടിയിലുണ്ട്. പ്രൈസലോട്. അവൻ കാണുന്നുണ്ട്. പ്രൈസലോട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം രാത്രി സന്ധ്യാസമയത്ത് ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ആ വിശ്വാസം പ്രൈസലോട് ഇന്ന് പകൽക്കാലം നമ്മളിൽ കടന്നു വന്നാൽ അത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ കാണും. ഇന്ന് പകൽക്കാലം സന്ധ്യാസമയത്ത് ഒരു കാര്യം മനസ്സിലാക്കണം. പ്രൈസലോട്. എന്റെ മേലും നിന്റെ മേലും ഒരഭിഷേകമുണ്ട്. പ്രൈസലോട്. അത് മരിച്ചാലും പ്രൈസലോട് അതിന്റെ ശക്തി കെട്ടടങ്ങുന്നതല്ല. പ്രൈസലോട്. ഇന്ന് പകൽക്കാലം പ്രൈസലോട് മരിച്ചുവെന്ന് ഇനി യാതൊരു പ്രത്യാശയും അതിനകത്തില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന വിഷയമുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിന്റെ അസ്ഥിയെ ഒന്ന് തൊട്ടപ്പോൾ അതിന് ജീവൻ പ്രാപിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ചില വിഷയത്തിന് മേലെ ജീവൻ തരുവാൻ തക്കവണ്ണം സർവശക്തന് കഴിയും. പ്രൈസലോട്. പ്രൈസലോട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഇന്ന് പകൽക്കാലം? ഈ രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പ്രൈസലോട്. ഹല്ലേലൂയ. യേശുവിന്റെ അസ്ഥിയെ തൊട്ടപ്പോൾ ആ മരിച്ചു കിടന്നവൻ ജീവിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാൻ പോകുക. ദൈവത്തിന് സ്തോത്രം. പ്രൈസലോട്. പ്രൈസലോട്. ഇനിയും ദൈവ ക്ഷണത്തിൽ ചെയ്യാൻ പോവാ. എന്താണെന്നറിയാമോ? നമുക്കറിയാം അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ പ്രൈസലോട് പത്രോസ് യോഹന്നാനും 3 മണി നേരത്തെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ ഹല്ലേലൂയ വാതിക്കൽ ഇരുന്ന ദൈവത്തിന് സ്തോത്രം ഒരു മനുഷ്യനെ നമുക്കറിയാം. പ്രൈസലോട്. ഹല്ലേലൂയ. പ്രൈസലോട്. ഹല്ലേലൂയ. പ്രൈസലോട്. ആ വാക്കുകൾ എടുത്ത് വായിച്ചിട്ട് അതിന്റെ കറക്റ്റ് സമയത്തിന് നിർത്തും. പ്രൈസലോട്. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ അതിന്റെ പ്രൈസലോട്. ഹല്ലേലൂയ അതിന്റെ ദൈവത്തിന്റെ സ്തോത്രം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം മുതൽ വായിക്കാം. 3-ന്റെ അവനെ വലങ്കൈ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഹല്ലേലൂയ. നമുക്കറിയാം അവർ രണ്ടുപേർ ഐകമത്യത്തോടുകൂടി ഓരോ മനസ്സോടുകൂടി രണ്ടുപേരവിടെ നിന്നിട്ട് വേറൊന്നും മഹിയപ്പെടണമെന്ന് ആഗ്രഹിച്ചില്ല. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രം മഹിമപ്പെടണമെന്ന് രണ്ടുപേർ ആഗ്രഹിച്ചു. പ്രൈസലോട്. ഇവന്റെ കരങ്ങളിൽ പിടിച്ചപ്പോൾ ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രൈസലോട് മുടന്തിക്കിടക്കുന്ന സ്വാധീനമില്ലാതെ കിടക്കുന്ന ഏതെങ്കിലും വിഷയത്തിൽ നീ നാളുകളായി കുഴങ്ങിക്കിടക്കുന്ന വിഷയമാണെങ്കിൽ ഐക്യമത്യപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ആലോചന തന്നിട്ടും അത് ദൈവദാസനോടാകട്ടെ, സഹോദരനോടാകട്ടെ, സഹോദരിയോടാകട്ടെ, ഇനി സഭയോടാകട്ടെ, ഏതെങ്കിലും വിഷയത്തിന്റെ പുറത്ത് ഐക്യത
ഭാവിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആലോചന എന്നിട്ടും അത് കേട്ടിട്ടും കേൾക്കാതെ വണ്ണം ക്രമീകരണം പാലിക്കാതെ യഥാസ്ഥാനം പാലിക്കാതെ ഇരിക്കുന്ന ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരണം പാലിച്ചാൽ ചില മുടന്തുകൾ ദൈവം നേരെയാക്കാൻ പോകുക വെച്ചലോട്. ഇല്ലെങ്കിൽ നാളുകൾ കിടക്കും, നാളുകൾ കിടക്കും. അത് ആരായിരുന്നോട്ടെ, അതൊരു വിഷയമല്ല. ഒന്നുമില്ലാത്തടത്തും സർവ്വതും വിളിച്ചു വരുത്തുന്നവൻ, മരിച്ചവനെ ജീവിപ്പിക്കുന്നവൻ. ഇന്ന് പകൽക്കാലം വചനത്തിന് ശക്തിയുണ്ട്. ഇതൊന്ന് വിശ്വസിച്ചാൽ അവന്റെ മഹത്വം കാണുവാൻ തക്കവണ്ണമിടയായിത്തീരും. ഒരു സംശയം അതിനകത്ത് വേണ്ട. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും അറിയുകയും എല്ലാവരും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു വേദവാക്യം കൂടെ ഞാൻ വായിപ്പാൻ തക്കവണ്ണം കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം ഭരിക്കുന്നവരുടെ മനോനിലവാരം ഞാൻ അറിയുന്നില്ല. പൂർണ്ണമായി അറിയുന്നവരുവന് ഇതിന്റെ നടുവിലുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനകൾ കടന്നു വന്ന് പലവിധമായ പ്രശ്നങ്ങളും ഭാരങ്ങളും ഏറിക്കൊണ്ട് ഞാനേറിക്കൊണ്ട് ഇതിനകത്തിരിക്കുന്ന ജീവിതങ്ങള് ഇന്ന് പകൽക്കാലം ഇതിനകത്തുണ്ട്. മറ്റുള്ളവർക്ക് ഭാരമായി തോന്നുന്നുവോ എന്റെ ചിന്തനെ ഭരിച്ചെന്നിരിക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം വീടകത്ത് വന്നെങ്കിൽ ഇന്ന് നിശ്ചയമായ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. നമുക്ക് വായിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം എടുക്കാം. 7-ാം അധ്യായം അതിന്റെ 13-14 വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യം. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 13-14 വാക്യം നമുക്ക് വായിക്കാം. അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ എന്ത് ചെയ്തു? നിന്നു. അടുത്ത വാക്യം. ബാല്യക്കാരെ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറഞ്ഞു എന്നവൻ പറഞ്ഞു. അടുത്ത വാക്യം വായിക്കാം. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം നൈവ് എന്ന പട്ടണത്തിൽ നടന്ന ഒരു സംഭവമാണ്. ദൈവത്തിന് സ്തോത്രം. വിധവയായിരിക്കുന്ന ഒരു മകൻ, ആ വിധവയുടെ എല്ലാ പ്രതീക്ഷയും ഈ മകനിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ മകൻ മരിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചപ്പോൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ ഒരു മഞ്ചത്തിൽ ചുമന്നുകൊണ്ട് അവനെ അടക്കുവാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ആ മാതാവിന്റെ ഹൃദയ നിലവാരം നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ നിലവിളിക്കുന്ന പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർക്കൊക്കെ അവളെ കുറിച്ച് ഒരു അനുകമ്പയുണ്ടെങ്കിലും എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അതിൽ കൂടുതൽ ആർക്കും ഒന്നും ചെയ്യുവാൻ തക്കവണ്ണം സാധ്യമല്ല. ന്യായമായി ഞാൻ ചിന്തിക്കുമ്പോൾ ആ വിധവയെ സഹായിച്ച അനേകങ്ങൾ കാണും. എന്നാൽ പല അവരുടെ ആവശ്യഘട്ടങ്ങളിലും അവളെ സഹായിക്കുവാൻ തക്കവണ്ണം അവർക്ക് സാധ്യമല്ല എന്ന് വരും. എന്നാൽ അപ്പോൾ തന്നെ മകനും മരിച്ചു. എന്നാൽ ഈ മകനുള്ള പ്രതീക്ഷയും അസ്തമിച്ച് ഇനി എങ്ങോട്ടൊന്നുള്ള ചോദ്യചിഹ്നങ്ങളുമായി അവളും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ശവമഞ്ചത്തെ അനുഗമിക്കുന്ന. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ചുമക്കും ഈ ശവമഞ്ചം, ഈ അവരുടെ മകൻ മരിച്ചു. ആ മകനെ ഹല്ലേലൂയ കല്ലെങ്കിൽ അടക്കുവാൻ തക്കവണ്ണം ശവമഞ്ചത്തിൽ എടുത്തുകൊണ്ട് പോകുക. അവിടെ ഇരുന്ന് ആൾക്കാരുടെ നിലവാരങ്ങൾ നമുക്ക് പലപ്പോഴും ചിന്തിക്കാൻ തക്കവണ്ണം കഴിയും. പ്രൈസ് ദി ലോർഡ്. അവരുടെ ഹൃദയത്തിന്റെ ആഗ്രഹം, ഈ ചുമക്കുന്നവരുടെ ആവശ്യം, എത്ര നാൾ ഞങ്ങൾ ചുമന്നു. ദൈവത്തിന് സ്തോത്രം. ഇനിയും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെങ്കിലും അല്പസമയം ഇവിടെ ഉള്ളൂ, ഇതിനെ കൊണ്ട് അടക്കാമെന്നുള്ളതായിരിക്കുന്ന ചിന്താഗതിയില്ല അവർ സന്തോഷത്തോടാണെങ്കിലും പോകുന്ന. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ ആത്മാവ് ഈ വചനം എടുത്തപ്പോൾ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ചില വിഷയങ്ങൾ ചിലർ ചുമക്കുന്നു, അവർ ചിന്തിക്കുന്നു എന്നുവരെ ഞങ്ങളിത് ചുമക്കും, ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല, ഇതങ്ങ് നിന്നിരുന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ് കാര്യം കഴിഞ്ഞേണമെന്ന് ഉദ്ദേശിച്ച് ഹല്ലേലൂയ ആഗ്രഹിച്ചിരിക്കുന്ന ചില വിഷയം. പ്രൈസ് ദി ലോർഡ്.
ഇവർ ചുമന്നുകൊണ്ട് പോകുക. ഹല്ലേലൂയ. എന്നാൽ യാദൃശ്ചികമല്ല, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ യാദൃശ്ചികമല്ല. അന്ന് പട്ടണത്തിൽ കൂടി യേശു കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. യേശു ആ സാഹചര്യം കണ്ടു. യേശു അടുത്തു ചെന്നിട്ട് ദൈവത്തിന് സ്തോത്രം മഞ്ചം ചുമക്കുന്നവരോട് പറഞ്ഞു, ഒന്ന് നിൽക്കാൻ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരവിടെ നിന്നു. അവരുടെ ആഗ്രഹം, എത്ര നാൾ നീ ചുമക്കും, എത്ര സമയം നീ ചുമക്കും, അല്പം കൂടെ അടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കഷ്ടത മാറി, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടല്ലോ എന്ന് അവര് സന്തോഷിച്ചു. എന്റെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ എല്ലാമായത് നഷ്ടപ്പെട്ടു പോകുവാൻ പോകുന്ന ആ സന്ദർഭത്തിൽ ദൈവത്തിന് സ്തോത്രം യേശു അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മഞ്ചം ചുമക്കുന്നവരോട് ഒന്ന് നിൽക്കാൻ. യേശുവിന്റെ വാക്കിന് മുമ്പിൽ മഞ്ചം ചുമക്കുന്നവർ നിന്നു. ദൈവത്തിന് സ്തോത്രം. യേശു അടുത്തു ചെന്നു. അത് തവനെ തോട്ടു. ദൈവത്തിന് സ്തോത്രം. അവൻ ജീവൻ പ്രാപിച്ച് ആ മാതാവിന് കൊടുത്തുവെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സാന്നിധ്യം ഇതിന്റെ നടുവിലുണ്ട്. ജീവിതത്തിന്റെ എല്ലാ താടികളും നഷ്ടപ്പെട്ടു പോയി ചിന്തിച്ച് ഇനി ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങൾ അത് അടങ്ങുവാൻ പോകുകയല്ല, അത് ജീവിക്കാൻ പോകുക. വിശ്വാസമുണ്ടോ? ബേസലോട് കരം ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ചില വിഷയങ്ങളിൽ നോ എന്ന് ഹല്ലേലൂയ പലരും പറഞ്ഞ വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം ഈ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അതിനെ ഞാൻ ജീവിപ്പിക്കാൻ പോകുക. ബേസലോട് ഹല്ലേലൂയ. ബേസലോട് അതിനെ പ്രവർത്തിപ്പിക്കാൻ പോകുക, ചലിപ്പിക്കാൻ പോകുക, നടത്താൻ പോകുക. ഒന്നുമില്ലായ്മ സകലം വിളിച്ചു വരുത്തുന്നവൻ അത് ചെയ്യുവാൻ പോകുക. സംശയിക്കേണ്ട ആവശ്യമില്ല. ബേസലോട് ഒരു വേദവാക്യം കൂടെ വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ സ്തോത്രം. യോബിന്റെ പുസ്തകം നമുക്ക് എടുക്കാം. ബേസലോട് ഹല്ലേലൂയ. ബേസലോട് ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം ഇതിനോട് 14-ാം അധ്യായം നമുക്ക് എടുക്കാം. യോബിന്റെ പുസ്തകം 14-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, അനേക നാളുകൾ അനേക കർത്താവിന്റെ ദാസന്മാരിൽ കൂടി ഈ വചനം കേട്ടു, ആലോചന കേട്ടു. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ വചനത്തിനകത്തുകൂടി ചില ദൈവ പ്രവൃത്തിനകത്ത് വെളിപ്പെടുത്തുവാനുണ്ട്. ഒരു സംശയം വേണ്ട. ഇന്ന് പകൽക്കാലം ചില ദൈവ പ്രവൃത്തി ഈ വചനത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിച്ച് ദൈവം പ്രവർത്തിക്കുവാൻ പോകുക. 14-ാം അധ്യായം അതിന്റെ ബെസലോട് 7ഉം 8ഉം വാക്യം നമുക്ക് വായിക്കാം. ബെസലോട് ഒരു വൃക്ഷമായിരുന്ന പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും, അതിളം കൊമ്പുകൾ വിടാതെ ഇരിക്കയില്ല, അതിന്റെ വേര് നിലത്ത് പഴകിയാലും അതിന്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് തളിർക്കും. അർത്ഥവാക്യം, ഒരു തൈ പോലെ തളിർവിടും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഉപവാസ പ്രാർത്ഥന ദിവസം ഇതിനകത്ത് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവര്, നിങ്ങളുടെ ഹൃദയത്തിന് നിലവാരങ്ങൾ ഞാൻ അറിയുന്നില്ല, ദൈവസഭയുടെ ആവശ്യം പൂർണ്ണമായി ഞാൻ അറിയുന്നില്ല, ദൈവദാസന്റെ ആവശ്യങ്ങൾ ഞാൻ പൂർണ്ണമായി അറിയുന്നില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഇത് മുഴുവനും അറിയുന്ന ഒരുവൻ ഈ ആലയത്തിന്റെ നടുവിലുണ്ട്. ബേസലോട് എത്ര പേരെ വിശ്വസിക്കും? ആ ദൈവത്തെ ഒന്ന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഒരു വൃക്ഷമായിരുന്നാൽ പോലും അതിനെന്തുണ്ട്? ഒരു പ്രത്യാശയുണ്ട്. ബേസലോട് അങ്ങനെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തം കൊടുത്ത് വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, നിന്റെ ജീവിതത്തിൽ പ്രത്യാശയ്ക്ക് വകയുണ്ട്. ബേസലോട് ഈ വൃക്ഷത്തെ വെട്ടി ഈ വൃക്ഷത്തിന്റെ കുറ്റിയും അതിന്റെ വേരുകളും മുഴുവനും ദ്രവിച്ചു. അങ്ങനെ വചനം പറയുന്നേ. ദ്രവിച്ചില്ലായിരുന്നുവെങ്കിൽ, ഉണങ്ങിപ്പോയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ കിളിക്കുവാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഇനി യാതൊരു സാധ്യതയുമില്ല. ദൈവത്തിന് സ്തോത്രം. അതിന്റെ വേര് പ്രൈസലോട് ഉണങ്ങി ദ്രവിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രൈസലോട് ഹല്ലേലൂയ. അതിന്റെ വേർ നിലത്ത് പഴകി, അതിന്റെ കുറ്റി മണ്ണിൽ എന്ത് ചെയ്തു? കെട്ടുപോയി.
പോയി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അടുത്ത വാക്യത്തിന് ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും വില കൊടുക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. അടുത്ത എന്ത് സംഭവിച്ചു? വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. അത് തൈ പോലെ അത് വളർന്നു വരും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം പേസലോട് ആ വെള്ളത്തിന്റെ ഗന്ധം ഈ ആലയത്തിനകത്തുണ്ട്. പേസലോട് ഹല്ലേലൂയ. പേസലോട് നഷ്ടപ്പെട്ടു പോയ ചിലതിന് ഇനി ഒരിക്കലും സാധ്യമല്ല എന്ന് ചിന്തിക്കുന്ന ചില വിഷയത്തിന്, ഇനി അസാധ്യമെന്ന് തോന്നുന്ന ചില വിഷയത്തിന് മേൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം സർവശക്തന് ഉദ്ദേശമുണ്ടെന്ന് വ്യക്തമായ തെളിവ് വചനത്തിൽ കൂടി തന്നു. പക്ഷെ ഒരു കാര്യം, വെള്ളത്തിന്റെ ഗന്ധം ആ കുറ്റിയേൽ ഒന്ന് തട്ടേണ്ട ആവശ്യമുണ്ട്. അതിന്റെ വേരിൽ ഒന്ന് തട്ടേണ്ട ആവശ്യമുണ്ട്. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ജീവിതമേ, നമ്മുടെ ചില വിഷയത്തിനുമേൽ സർവശക്തന്റെ കരമെന്ന് തൊട്ടാൽ ഇന്ന് പകൽക്കാലം അതിന് മേൽ വിട്ടുതരാ. ദൈവത്തിന് സ്തോത്രം. അത് കിളിർക്കും. അത് കിളിർക്കുക മാത്രമല്ല, ദൈവത്തിന് സ്തോത്രം, അതിനകത്തുനിന്ന് ഒരു ഫലം അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വെളിപ്പെടുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവമഹത്വം നിശ്ചയമായും വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരുമെന്നുള്ളതിന് ഒരു സംശയം വേണ്ട. ദൈവത്തിന് സ്തോത്രം. വെള്ളത്തിന്റെ ഗന്ധം ഒന്ന് തട്ടട്ടെ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ മകൾക്കാരോ നിന്റെ വിഷയത്തിന് മേലെ ഒന്ന് തൊടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നാൽ ചില ദൈവ പ്രവൃത്തി ഇന്ന് പകൽക്കാലം വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഇന്ന് പകൽക്കാലം എന്റെ ദൈവം എന്റെ വിഷയത്തിന്മേൽ പ്രവർത്തിക്കുവാൻ പോകുകയാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവം കരങ്ങളുയർത്തി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളത്, ഇരുവായത്തിലുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയത്, ആത്മാവിനെയും പ്രാണനെയും സന്ദർഭങ്ങളെയും തുളച്ചിട്ട് ഇന്ന് പകൽക്കാല ഹൃദയത്തിന്റെ ചിന്തകളെയും വിവേചനങ്ങളെ അറിയുന്നതിന് പ്രവർത്തിപ്പാൻ ശക്തിയുള്ള ഈ ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം കേട്ട എല്ലാ ജീവനുകൾക്കും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി അവസരം ഒരുക്കിയ ദൈവദാസനും ദൈവസഭയോട് നന്ദി അറിയിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധാനത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. പ്രാർത്ഥിക്കാം. ആത്മാവിൽ ആരാധിക്കാൻ കർത്തനെ, നല്ലവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം. ആത്മാവിൽ ആരാധിക്കാൻ കർത്തനെ, നല്ലവൻ വല്ലഭൻ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. പ്രാർത്ഥിക്കാം. ആരാധിക്കാൻ കർത്തനെ, വല്ലഭൻ വല്ലഭൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. ആത്മാവിൽ ആരാധിക്കാൻ കർത്തനെ, വല്ലഭൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. യാചിപ്പിൻ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. യാചിപ്പിൻ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. മുട്ടുവീൻ തുറക്കും സ്വർഗത്തിൽ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുവീൻ തുറക്കും സ്വർഗത്തിൽ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാം. ആരാധിക്കാൻ കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. ഹല്ലേലൂയ.
പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാൻ കർത്താവേ നല്ലവൻ, അവൻ നല്ലവൻ. ഓ വിടുതൽ പ്രാപിക്കാം, വിടുതൽ എന്നും 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 പ്രാപിക്കാം. ഹല്ലേലൂയ, 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 സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ഹല്ലേലൂയ, പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാൻ നല്ലവൻ, അവൻ നല്ലവൻ. വീടുകളെന്നും പ്രാപിക്കാം, വീടുകളെന്നും പ്രാപിക്കാം, വീടുകളെന്നും പ്രാപിക്കാം, ഓ വീടുകൾ എന്നും പ്രാപിക്കാം. ഹല്ലേലൂയ, 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 Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സന്തോഷമുള്ളവർ കരമൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോട്, ശക്തിയോട് ഒരു പ്രാവശ്യം കൂടെ. രാവിലെ മുതൽ ഈ സമയം വരെ ഉപവാസത്തിൽ പ്രാർത്ഥനയോടെ കണ്ടിന്യൂ ആയിട്ട് പ്രാർത്ഥനയോടിരിക്കുകയാണ്. ബ്രേക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് ദൈവമക്കൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഇപ്പോഴേ ഒരു 5 മിനിറ്റ് നിങ്ങളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസ് അവർ നടുവിൽ എഴുന്നേറ്റ് നിന്നിട്ട് പല വാക്കുകളാൽ അവർക്ക് പ്രബോധനം കൊടുത്തിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, വക്കര നിറഞ്ഞ ഈ തലമുറയിൽ നിന്ന് രക്ഷ പ്രാപിപ്പീൻ. ഹല്ലേലൂയ. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടുന്ന വളരെ 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 ഹല്ലേലൂയ വളരെ വിഷയമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? ഹല്ലേലൂയ, സ്തോത്രം. ശമൂവേൽ 1-ാം അധ്യായത്തിൽ ഹന്നയുടെ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ചേ. ഹന്ന ദേവാലയത്തിൽ കടന്നു ചെന്നു. ഹന്ന പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ചുണ്ടു മാത്രം അനങ്ങുന്നത് പുരോഹിതന് കാണുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. എലിപുരോഹിതന് മനസ്സിലായില്ല. എലിപുരോഹിതൻ ഓർത്തു ഇവൾ വീഞ്ഞു കുടിച്ചിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹന്നയ്ക്ക് പറയുവാനായിട്ട് ഒന്നുണ്ട്. ഹല്ലേലൂയ, ഞാൻ ദൈവത്തോട് സംസാരിക്കുകയാണ്. ഹന്നയുടെ ഹൃദയത്തിനകത്ത് വേദനിച്ച വിതുമ്പിക്കൊണ്ടിരുന്ന വിഷയം എന്താണ്? ഹല്ലേലൂയ. അവൾ തലമുറയെ നോക്കുമ്പോൾ പുരോഹിതന്റെ ഹല്ലേലൂയ ജോലി ചെയ്യുവാൻ പുരോഹിതന്റെ ഹല്ലേലൂയ ഒരു തലമുറക്കാരൻ പുറത്തു വരുന്നില്ല. അവൾ ഇങ്ങനെ ദൈവത്തോട് നേർച്ച നേർന്നു, കർത്താവേ, നീ എനിക്കൊരു പുരുഷ പ്രജയെ തന്നാൽ ഞാൻ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ സ്തോത്രം ഒരു 5 മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം തലമുറയ്ക്ക് വേണ്ടിയായിരിക്കണം. നോക്കണം, ദേവാലയത്തിനകത്ത് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഹന്നയുടെ പ്രാർത്ഥന കേട്ട ദൈവം ഹല്ലേലൂയ 2-ാം അധ്യായത്തിൽ ഒരു ശമൂവേലിനെ പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ സ്തോത്രം. എലിപുരോഹിതൻ പറഞ്ഞു, ഹല്ലേലൂയ, നീ വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പോലും അവിടെ പ്രാർത്ഥനയെ സ്റ്റോപ്പ് ചെയ്തില്ല. അവിടെ പ്രാർത്ഥന നിന്നത് ഹല്ലേലൂയ ഒരു പുരോഹിത ഒരു പ്രവാചകൻ പുറത്തു വന്നപ്പോഴാണ്. നോക്കണേ, ഇതിന്റെ അകത്ത് വലിയൊരു ദൂതുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലമുറയെ നോക്കി പ്രാർത്ഥിച്ച ഒരു ഹന്ന. നോക്കണമേ, ഇസ്രായേലിൽ രാജാക്കന്മാർ തോറ്റുമാറുമ്പോഴും അടുത്ത ഒരു അഭിഷേകമുള്ള ആ ഒരു ദാവീദിനെ പുറത്തു കൊണ്ടുവരുവാൻ ഹല്ലേലൂയ തൈലക്കൊമ്പുമായി നോക്കണമേ, ശൗൽ ദൈവസന്നിധിയിൽ നിന്ന് പ്രമാണത്തിൽ നിന്ന് മാറുന്നു.
രാത്രി മുഴുവനും ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു ഭക്തൻ ഹല്ലേലൂയ മുമ്പോട്ട് വരികയാണ്. രാത്രി മുഴുവനും ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ദൈവം അവനിലേക്ക് ഒരു തൈലം നിറച്ച ഒരു കൊമ്പിനെ കൈമാറ്റം ചെയ്തു. ഹല്ലേലൂയ. നോക്കണമേ, ഇശായിയുടെ ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, യോഗ്യതയുള്ളവരെ ഇശായി അപ്പൻ മാറ്റി നിർത്തുന്നു. അവരുടെ ഒന്നും തലയിൽ തൈലക്കൊമ്പ് ചരിഞ്ഞില്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇനിയും ആരെങ്കിലും നിന്റെ മക്കളിലുണ്ടോ? പറയുന്നു, ഒരുവനുണ്ട്, അവൻ പയ്യനാണ്, അവൻ പവിഴ നിറമുള്ളവനാണ്. ഹല്ലേലൂയ. പവിഴ നിറമുള്ളവനെ കണ്ടപ്പോൾ തൈലക്കൊമ്പ് ചരിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥന ഹല്ലേലൂയ കേവലം നിങ്ങളുടെ മേൽ അഭിഷേകത്തെ പകരാനല്ല, ഒരു അഭിഷേകത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല. സ്തോത്രം സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന ഒരു അഭിഷേകത്തിന് വേണ്ടി ആയിരിക്കരുത്. ആർക്കെങ്കിലും ഒരാൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിച്ചു വിടുന്നവൻ 10 പട്ടണത്തെ നേടണം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ കുറച്ചു മുമ്പ് കേട്ടു, ദാവീദ് ഗോലിയാത്തിന് നേരെ ചെന്ന് ഒറ്റ കല്ലുകൊണ്ട് അവനെ താഴെയിട്ടു. ഹല്ലേലൂയ. ഗോലിയാത്തിന് മേലുള്ള അഭിഷേകം, ദാവീദിന് മേലുള്ള അഭിഷേകം ഇതാണ്, ഗോലിയാത്തിനെ തലയെടുക്കുക. എന്നാൽ നോക്കണമേ, അകത്തളങ്ങളിൽ പ്രാർത്ഥിച്ച ഒരു ഹന്യയുടെ ഉദരത്തിനകത്ത് പുറത്തു വന്ന ശമൂവേലിനെ നോക്കിക്കേ. ഹല്ലേലൂയ. ശത്രുഗണത്തിന്റെ അടിസ്ഥാനത്തെ ഇളക്കി മറിക്കുന്ന അഭിഷക്തന്മാരെ പുറത്തു വരുന്ന അഭിഷേകത്തിന്റെ തൈല കൊമ്പുകൾ കൈമാറ്റം ചെയ്യുവാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു അഭിഷക്തനായി, ഒരു നൂറ്റാണ്ടിൽ പുറത്തു വരുന്ന ഒരു ശമൂവേലായി സഭയ്ക്കകത്തുനിന്ന് പുറത്തു വരട്ടെ. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? എത്ര പേർക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. ഈ സഭയ്ക്കകത്തു നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം, ചില ദേശങ്ങളെ നിങ്ങൾ അവകാശം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്തുനിന്ന് പുറത്തു വരുന്ന അഭിഷക്തൻ ഹല്ലേലൂയ 10 പട്ടണങ്ങളെ തൊടുവാൻ അധികാരത്തിന് കൈമാറ്റമുള്ള ഒരു ശമൂവേലായി നിന്നിൽ നിന്ന് പുറത്തു വരട്ടെ. ഹല്ലേലൂയ. യെസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ശബ്ദം ഉയരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, സഭയെ മുടിച്ചു കളയുന്ന, ദൈവമക്കളെ ശുശ്രൂഷയെ പകർത്തു കളയുന്ന ഹല്ലേലൂയ ഗോലിയാത്തുകളുടെ തലകൾ ഇന്ന് തകരുന്ന ഉപവാസ പ്രാർത്ഥനയായി മാറട്ടെ. ശക്തി വ്യാപരിക്കട്ടെ, വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, യേശുവിനെ മരിച്ചോന്ന് ഉറപ്പിച്ച ശക്തി യെസ് വ്യാപരിക്കട്ടെ. യെസ്. ഹല്ലേലൂയ. ഒരു തലമുറ പുറത്തു വരട്ടെ, ഒരു തലമുറ പുറത്തു വരട്ടെ, ഈ തലമുറ പുറത്തു വരട്ടെ. ഹല്ലേലൂയ. അനേകം ദൈവമക്കളെ ഹല്ലേലൂയ പാപത്തിലേക്ക് വലിച്ചഴയ്ക്കുന്ന അനേകം ദൈവദാസന്മാരുടെ ശുശ്രൂഷകളെ ഒതുക്കിക്കളയുന്ന, തകർത്തു കളയുന്ന എത്ര വിശ്വാസമുണ്ട്? നിന്റെ അതരത്തിന് ശക്തിയുണ്ട്. യെസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കേരളത്തിൽ ഇനി ഒറ്റ അടക്കുന്ന ഒരു ശക്തി എഴുന്നേൽക്കത്തില്ല. ഹല്ലേലൂയ. അഭിഷക്തന്റെ പ്രാർത്ഥന ഉയർന്നു കഴിഞ്ഞു. വിശ്വാസമുള്ള ഒന്നുകൂടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അന്തരീക്ഷ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ഒരു ശക്തികളും ഒരു അഭിഷക്തന്റെ പ്രാർത്ഥന മുമ്പ് നിൽക്കുവാൻ കഴിയത്തില്ല. യെസ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യെസ് യെസ്. ഹല്ലേലൂയ. യെസ് yes yes. In the name of Jesus, in the name of Jesus, in the name of Jesus, in the name of Jesus. Praise God. നാം ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ ദൈവമക്കളും അതിനായി ഒരുക്കപ്പെടണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിടത്തോളം എന്റെ സാക്ഷികളാകുവീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ഈ വിഷയത്തിനായി പ്രാർത്ഥിപ്പാൻ ഒരുക്കപ്പെടുമ്പോൾ പ്രിയ സൈമൺ പാസ്റ്റർ ഈ വിഷയത്തിൽ നമ്മെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ആദ്യമായി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്, നമ്മൾ രാവിലെ മുതൽ പല യുഎഇക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കേരളത്തിനായി പ്രാർത്ഥിച്ചു. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മാപ്പ് ഇവിടെയുണ്ട്. തമ്മിൽ പ്രാർത്ഥിച്ചു. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് ലോകത്ത് 700 കോടി ജനങ്ങളാണുള്ളത്. അതിനകത്ത് 500 കോടി ജനങ്ങൾ യേശുവിനെ കേട്ടു.
ഇനിയും 200 കോടി ജനങ്ങൾ യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ല. ആരാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഇന്ന് രാത്രി ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഏതാണ്ട് 250-ലധികം രാജ്യങ്ങളുടെ പേരുണ്ട്. അത് ഒരുമിച്ച് പ്രാർത്ഥിച്ച് തീർക്കാൻ പ്രയാസമാണ്. നിങ്ങൾക്കറിയാവുന്ന രാജ്യങ്ങളുടെ പേര് വരെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് മാപ്പിൽ വന്ന് നോക്കി പ്രാർത്ഥിക്കാം. കൺട്രീസിന്റെ പേര് ഇതെല്ലാം താഴെയുണ്ട്. ഇവിടെ മാപ്പ് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. കൈവച്ച് പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ആദ്യം നാം ചെയ്യാൻ പോകുന്നത് ചെറിയ ചെറിയ കൂട്ടങ്ങളായി 3 പേരുടെ കൂട്ടങ്ങൾ, 3 പേരുടെ കൂട്ടങ്ങൾ. ഒരു ലൈനിൽ 3 പേരുണ്ടെങ്കിൽ നിങ്ങൾ 3 പേരും ചേർന്ന് ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ഭവനത്തിൽ യേശുവിനെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വി ആർ സ്റ്റാർട്ടിങ് ഫ്രം അവർ ഫാമിലി. ഓക്കെ, നമ്മുടെ ഭവനത്തിൽ യേശുവിനെ അറിയാത്ത മാതാപിതാക്കളോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് ഫസ്റ്റ്. പ്രാർത്ഥിക്കാം. 3 പേരായിട്ട് ചെറിയ ഗ്രൂപ്പ് ഉണ്ടായിക്കട്ടെ. 3 പേർ പെട്ടെന്നവായതുകൊണ്ട് സമയം. നിങ്ങളുടെ ഭവനത്തിൽ കർത്താവിനെ അറിയാത്ത ആരൊക്കെയുണ്ട് അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവ്, എന്റെ ഭവനത്തിൽ ഇന്നാര് കർത്താവിനെ അറിയാതെ ജീവിക്കുന്നു, രക്ഷയിലേക്ക് വരണം എന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, നിന്റെ ദിനം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രക്ഷയിലേക്ക് വരാത്ത നിങ്ങളുടെ ബന്ധുമിത്രാദികൾ ആരോ, സഹോദരങ്ങൾ ആരോ, മാതാപിതാക്കൾ ആരോ എവിടെയായിരുന്നാലും അതിവേഗത്തിൽ ഓടുന്ന ദൈവത്തിനെ അയച്ച് കർത്താവോട് സംസാരിക്കണമേ. പരിശുദ്ധതയോട് ഇടപെടണമേ. ഹല്ലേലൂയ. ദൈവമേ, അങ്ങനെ ചെയ്യുന്ന നാമത്തെ മഹത്വപ്പെടുത്തുന്ന ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. ദൈവം അങ്ങനെ ചെയ്തതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഞങ്ങളുടെ ഒറ്റ ബന്ധുമിത്രാദി പോലും കർത്താവേ നാശത്തിലേക്ക് പോകുവാൻ അനുവദിക്കല്ലേ കർത്താവേ. ഹല്ലേലൂയ. Amen. Thank you, Jesus. Hallelujah. Thank you, Lord. നിങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരൻ, സഹോദരി, ഭാര്യയോ ഭർത്താവോ, കൂടപ്പിറപ്പുകൾ ആരും നാശത്തിലേക്ക് പോകരുത്. യേശുവിനെ അറിയാതെ ആരും പോകരുത്. രക്ഷയിലേക്ക് കടന്നു വരണം. നമ്മോടൊന്നിച്ച് ആരാധിക്കണം. ഹല്ലേലൂയ. കർത്താവിൽ സന്തോഷിക്കണം. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. യേശുവിനെ എല്ലാവരും യേശുവിനെ ഇടവരുത്തട്ടെ. മനസ്സേദനായ സ്തോത്രം, 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 സ്തോത്രം. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Amen. കർത്താവ് പ്രാർത്ഥനകടനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നാം പ്രാർത്ഥിക്കാൻ പോകുന്നു. നിങ്ങൾ മറക്കരുത്, ഇന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കരുത്. നിങ്ങളുടെ ഒരു പുസ്തകത്തിനകത്ത് എഴുതി നിരന്തരം പ്രാർത്ഥിക്കണം. 2, നിങ്ങളുടെ അയൽക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഒരു അയൽക്കാരും നാളെ സ്വർഗത്തിൽ കർത്താവിനോട് പറയരുത്, എന്റെ അയൽക്കാരനോ അയൽക്കാരി എന്നോട് യേശുവിനെ കുറിച്ച് കുറ്റം പറയരുത്. അതുകൊണ്ട് ഇന്നിവിടെ പ്രാർത്ഥിക്കുക മാത്രമല്ല, അവനോട് സുവിശേഷം പറയണം. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ അയൽക്കാർ, യേശുവിനെ അറിയാത്ത 2-3 കുടുംബങ്ങൾ, നിങ്ങൾക്ക് അറിയാവുന്ന പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. പെട്ടെന്ന് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്.
താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എന്റെ ദൈവമേ, നിങ്ങളുടെ അയൽക്കാരും യേശുവിനെ അറിയാതിരിക്കരുത്. യേശുവിന്റെ നാമത്തിൽ അയൽക്കാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ അറിയട്ടെ. യേശുവിന് സ്വന്തം വശീകരിപ്പിന് അവസരം കൊടുക്കണമേ കർത്താവേ. നിങ്ങൾ ചെയ്തതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് പ്രാർത്ഥനയുടേതായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അയൽക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അടുത്തത്, നാം ഏത് ഗ്രാമത്തിൽ നിന്ന് വന്നുവോ, ഏത് പട്ടണത്തിൽ നിന്ന് വന്നുവോ ആ പട്ടണത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ആ പട്ടണത്തിന്റെ പേര് പറഞ്ഞ് അതിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ദേശത്തെ വിട്ടുവയ്ക്കണമേ, ഞങ്ങളുടെ ഗ്രാമങ്ങളെ വിട്ടുവയ്ക്കണമേ കർത്താവേ. യേശുവിനറിയാൻ ഇടവരുത്തണം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് പ്രാർത്ഥനയുടേതായി സ്തോത്രം ചെയ്യാം. ആമേൻ. അടുത്ത നാം പ്രാർത്ഥിക്കാൻ പോകുന്നത് നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഏത് പഞ്ചായത്തിൽ നിന്ന് വന്നുവോ ആ പഞ്ചായത്തിൽ ഒറ്റ വ്യക്തി പോലും, ഒരു കുടുംബം പോലും യേശുവിനറിയാതിരിക്കരുത്. നമ്മളാണ് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവർ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പോയില്ലെങ്കിലും ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കും. ആ ഗ്രാമം യേശുള്ളതായി തീരട്ടെ. 30 വർഷം മുമ്പ് ദൈവം അയച്ചിട്ട് ഞങ്ങൾ ഗ്രാമത്തിലേക്ക് പോയി. ഒറ്റ ക്രിസ്ത്യാനി പോലും ഇല്ലാത്തൊരു ഗ്രാമം. ബന്ധുക്കളെല്ലാം എതിർത്തു. പക്ഷെ ദൈവകൃപയാൽ ഇന്ന് അനേക കുടുംബങ്ങൾ അവിടെ കർത്താവിനെ ആരാധിക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചു കാണും. നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ പഞ്ചായത്ത് യേശുവിനെ അറിയട്ടെ. പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങളുടെ പഞ്ചായത്തിനെ അനുഗ്രഹിക്കണമേ, പഞ്ചായത്തിനെ അനുഗ്രഹിക്കണമേ, കട്ടകാമ്പാൽ പഞ്ചായത്തിനെ അനുഗ്രഹിക്കണമേ. ആ പഞ്ചായത്തിലുള്ള സകല കുടുംബങ്ങള്, മുനിസിപ്പാലിറ്റിയുള്ള സകല കുടുംബങ്ങൾ, കോർപ്പറേഷനുള്ള സകല കുടുംബങ്ങൾ യേശുവിനെ അറിയട്ടെ. എല്ലാ വ്യക്തികളുടെയും ഹൃദയത്തിൽ യേശു വസിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ തന്നെ സംഭവിക്കാൻ പോകുകയാൽ അങ്ങ് സ്തുതിക്കുന്നു. യേശുവിനെ അറിയുവാനിട വരുത്തണമേ, യേശുവിനെ അറിയേണ്ട വരുത്തണമേ, യേശുവിനെ അറിയേണ്ട വരുത്തണമേ. കർത്താവ് പ്രാർത്ഥനയുടേതായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ദൈവം പ്രാർത്ഥനയുടേതായ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പഞ്ചായത്ത് കഴിഞ്ഞാൽ അടുത്ത ഏതാ പ്രാർത്ഥിക്കേണ്ടത്? പഞ്ചായത്തിൽ അടുത്ത ഏതാ പ്രാർത്ഥിക്കേണ്ടത്? നമുക്ക് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. താലൂക്കുണ്ട്, സമയം നമുക്ക് കുറവായതുകൊണ്ട് നമ്മുടെ ഡിസ്ട്രിക്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഡിസ്ട്രിക്റ്റിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിന്റെ പേര് പറ. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുടെ ഡിസ്ട്രിക്ട് ആയിരിക്കത്തില്ല നിങ്ങളുടെ ഡിസ്ട്രിക്ട്. ആ ഡിസ്ട്രിക്റ്റിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക. യേശു കർത്താവ് ആ ജില്ലയെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. പ്രാർത്ഥിക്കാം. കർത്താവ് പ്രാർത്ഥനയുടേതായ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ ജില്ല അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു, കേരളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അടുത്ത നമ്മുടെ കൺട്രി ഇന്ത്യക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. നമ്മുടെ ഈ ദേശത്ത് ഒറ്റ ജനം പോലും യേശുവിനറിയാതെ പോകരുത്. എല്ലാ ഭവനവും എല്ലാ വ്യക്തികളും അവരുടെ ഹൃദയത്തിൽ യേശു വസിക്കണം.
ഞാൻ എന്നും പ്രാർത്ഥിക്കും, ദൈവമേ ഒരു വ്യക്തി പോലും യേശുവിനെ അറിയാതെ നരകത്തിൽ പോകരുത്. നാളെ പറയരുത് അവൻ യേശുവിനെ അറിഞ്ഞില്ലെന്ന്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞ ഈ ഇന്ത്യയിൽ അനേകം വിടുതലുകൾ ദിവസം നടക്കും. ദൈവജനത്തിന്റെ പ്രാർത്ഥന വ്യർത്ഥമല്ല. ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. നമ്മുടെ സ്റ്റേറ്റിനെയും കൺട്രിയും ഓർത്ത് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. കർത്താവ് പ്രാർത്ഥനകൾക്കായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ഏഷ്യ ഭൂഖണ്ഡത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സുവിശേഷം അറിയാത്ത 200 കോടി ജനങ്ങളിൽ അധികം പേരും വസിക്കുന്നത് ഏഷ്യ ഭൂഖണ്ഡത്തിലാണ്. അതുകൊണ്ട് ഏഷ്യ ഭൂഖണ്ഡത്തിന് വേണ്ടി, ഏഷ്യ ഭൂഖണ്ഡത്തിൽ കൺട്രികൾ അറിയാമോ? ഏഷ്യ ഭൂഖണ്ഡം നമ്മുടെ ഈ കൺട്രികളാണ് അതിനകത്തുള്ളത്. ഏറ്റവും അധികം സുവിശേഷം അറിയാത്ത ആളുകൾ വസിക്കുന്ന ഈ സ്ഥലങ്ങളിലാണ്. ഈ സ്ഥലങ്ങൾ ഇന്ത്യ, ചൈന, ഈ സ്ഥലങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ചൈനയിൽ ആഴ്ചയിൽ 300ഓളം ചർച്ചുകളാണ് ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ലോകത്ത് ബൈബിൾ പ്രിന്റ് ചെയ്യുന്ന സ്ഥലം ചൈനയായി. അതുകൊണ്ട് ദൈവമക്കളെ, പ്രാർത്ഥന ഒന്നും വെറുതെ ആയിട്ടില്ല. നമുക്ക് പുറമെ കാണുന്ന ദൈവം അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഏഷ്യൻ ഭൂഖണ്ഡത്തെ, അതിലുള്ള കൺട്രികളുടെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, നിങ്ങൾക്കറിയാവുന്ന മ്യാൻമർ, ബർമ്മ, തായ്ലാന്റ്, നിങ്ങൾക്ക് എത്ര പേരറിയാം അതെല്ലാം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡത്തിന് വേണ്ടി അതിലുള്ള രാജ്യങ്ങളെ നിങ്ങൾ പേരറിയാവുന്നതെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. സുവിശേഷം അറിയാത്ത 200 കോടി ജനങ്ങൾ യേശുവിനെ അറിയുവാൻ മുഖാന്തരങ്ങൾ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. പാകിസ്ഥാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നേപ്പാളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഭൂട്ടാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മ്യാൻമറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തായ്ലൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മംഗോളിയക്കായി പ്രാർത്ഥിക്കുന്നു, അഫ്ഗാനിസ്ഥാനായി പ്രാർത്ഥിക്കുന്നു. യെസ് ലോർഡ്. ഞങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ അയൽക്കാരെയും അയൽ രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏഷ്യ ഭൂഖണ്ഡത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സകല രാജ്യങ്ങളും സുവിശേഷ ഭാഗത്തിലൂടെ അറിയപ്പെട്ടിട്ടുണ്ട്. പുതുവഴികൾ തുറക്കണമേ, ചൈനയെ അനുഗ്രഹിക്കണമേ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ വലിയ അത്ഭുതദേശത്ത് നടക്കട്ടെ കർത്താവേ. അങ്ങനെ ചെയ്തതിനായ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് പ്രാർത്ഥന സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അടുത്ത് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, സുവിശേഷം അറിയാത്ത 200 കോടി ജനങ്ങൾ ഇന്ന് ലോകത്ത് അവശേഷിക്കുന്നു. ഒരു വട്ടം പോലും യേശുവിനെ കുറിച്ച് കേൾക്കുവാൻ സാവകാശം ലഭിച്ചിട്ടില്ല. നാം കാരണക്കാരാണ്. നാം പോയില്ല, നാം അയച്ചില്ല, നാം കൊടുത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷം അറിയാത്ത വ്യക്തികളെ ഓർത്ത് 200 കോടി ജനങ്ങൾ, അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കട്ടെ, ജനങ്ങളെ അയക്കട്ടെ, അത് അയക്കുവാൻ കൊടുക്കട്ടെ. ഈ ദിവസങ്ങൾ സുവിശേഷം വർദ്ധിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ, സുവിശേഷം അറിയാത്ത 200 കോടി ജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നരകം സ്വർഗവും ഉണ്ടെന്നറിയാതെ ജീവിക്കുന്ന രക്ഷകൻ അവർക്കായിട്ടുണ്ടെന്നറിയാതെ, യേശു അവർക്ക് വേണ്ടി മരിച്ചുയർത്തെന്നറിയാതെ മരിച്ചുകൊണ്ടിരുന്ന ജനതയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവമേ, അവർ ഏത് ദേശക്കാരായാലും ഏത് ഭാഷക്കാരായാലും അവർ യേശുവിനെ അറിയുവാൻ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യണമേ, കർത്താവ് അങ്ങനെ ചെയ്യണമേ. എന്റെ നാമത്തെ ബോധ്യപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, ഒറ്റ വ്യക്തി പോലും യേശു ഇല്ലാതെ പോകുന്നിട വരുത്തല്ലേ കർത്താവേ.
ഹല്ലേലൂയ. കർത്താവേ, ഞാൻ ചെയ്യാൻ പോകുന്നതിനായ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ചെയ്യാൻ പോകുന്നതിനായ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഹല്ലേലൂയ. ദൈവമേ, നിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഒരു വേദഭാഗം എടുത്ത് വായിക്കേണ്ട ഇവിടെ സ്ക്രീനിലുണ്ട്. റെവലേഷൻ ചാപ്റ്റർ 7 വേഴ്സ് 9. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യം. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇന്ന് നിങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതിന്റെ പ്രതിഫലം അന്ന് കാണും. പ്രൈസ് ദി ലോർഡ്. സകല ഭാഷക്കാരും യേശുവിനെ അറിയണം, സകല ഗോത്രങ്ങളും യേശുവിനെ അറിയണം, സകല വംശങ്ങളും യേശുവിനെ അറിയണം. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, സകല ഭാഷക്കാരും സകല വംശക്കാരും യേശുവിനെ അറിയുവാൻ ഇടവരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന തീരുന്നില്ല. നിങ്ങൾ ആർക്കെങ്കിലും ഏതെങ്കിലും പ്രത്യേക രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആത്മപ്രേരണ ഉണ്ടെങ്കിൽ വേൾഡ് മാപ്പ് ഇവിടെയുണ്ട്, നടുക്ക് വേണമെങ്കിൽ വെക്കാൻ. നിങ്ങൾക്ക് അതെടുത്ത് നോക്കി പ്രാർത്ഥിക്കാൻ സാവകാശമുണ്ട്. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ജസ്റ്റ് കീപ് ഇൻ ദ മിഡിൽ. ആർക്കെങ്കിലും ഏതെങ്കിലും പ്രത്യേക രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവാത്മ പ്രേരണ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. തിരിഞ്ഞു നിലവിടെ നിന്നാണ്. പതുക്കെ പതുക്കെ പതുക്കെ. യെസ്. ഏതെങ്കിലും രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ രാജ്യത്തിന് മീതെ കൈവച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദയവായി കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. പ്രാർത്ഥനയുടെ അന്തരീക്ഷം കെടാതിരിക്കട്ടെ. ഏതെങ്കിലും രാജ്യത്തിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചിലരോട് ദൈവം ചില പ്രത്യേക രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് അവിടെ പോകുവാൻ സാധിക്കത്തില്ലെങ്കിൽ നിങ്ങൾ മാപ്പിൽ കൈവച്ചു പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. സുവിശേഷം കടന്നു ചെല്ലാത്ത അനേകം മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ഉണ്ട്. ഹല്ലേലൂയ. പ്രിയമക്കളെ, ഇവിടെ ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാൻ പണത്തിന് ചിലവില്ല. എന്നാൽ എത്രയോ പേര് ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ട് ആ സ്ഥലങ്ങളിൽ പോയി പ്രവർത്തിക്കുന്നുണ്ട്. എന്റെ പല കൂട്ടുകാരും ഇങ്ങനെയുള്ള റെസ്ട്രിക്റ്റഡ് കൺട്രീസിൽ രഹസ്യമായി പോയി പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, പല മുസ്ലിം കൺട്രിയിലും മോസ്ക് ഉണ്ട്. ദാറ്റ് ഈസ് നോട്ട് മോസ്ക്, ദാറ്റ് ഈസ് കോൾഡ് JC, ക്രിസ്ത്യൻ മോസ്ക്. ബട്ട് ദേ ലുക്ക് ലൈക്ക് മുസ്ലിം, ബട്ട് ദേ ആർ നോട്ട്. പലയിടത്തും പക്ഷെ അവർ ജീവൻ അപകടത്തിൽ വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. എൻ്റെ പല ഫ്രണ്ട്സ് ഉണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ളവർ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മൾ എത്രയോ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുമ്പോൾ എത്രയോ ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അനേകരുണ്ട്. പല കൺട്രികളിൽ അവർ പ്രവർത്തിക്കുന്നു രഹസ്യമായി. അവരെ കണ്ടാൽ ആരും അറിയത്തില്ല. ലോകത്തിലെ പല ജനങ്ങളും അവരെ അറിയുന്നില്ല. എന്നാൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. അങ്ങനെ കർത്താവിന് വേണ്ടി ജീവൻ പോലും അർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആ ദൈവദാസന്മാരെ ദാസ്യമാരെ കുടുംബത്തെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം അവരെ ഓർക്കുക. അവരെ സമർപ്പണത്തെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കുക. അവർ പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവിന് എനിക്ക് വേണ്ടി മരിക്കാമെങ്കിൽ എനിക്ക് കർത്താവിന് എന്തുകൊണ്ട് മരിച്ചുകൂടാ? ഞാൻ മരിക്കുന്ന ചില ആത്മാക്കൾ എന്തുകൊണ്ട് നേടിക്കൂടാ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ. വേൾഡ് മിഷൻസിന് വേണ്ടി പ്രാർത്ഥിക്കുക. വേൾഡ് മിഷൻസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചർച്ച് ലീഡേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. മിഷൻ ലീഡേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇന്ന് ലോകം മുഴുവൻ സുവിശേഷീകരിക്കുവാൻ വേണ്ടി ടിവിയിലൂടെ, ഇന്റർനെറ്റിലൂടെ, റേഡിയോയിലൂടെ, പല മാധ്യമങ്ങളിലൂടെ സുവിശേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കടമയാണ്. ചില സംഘടനകൾ 500 പേർ സംസാരിക്കുന്ന ഭാഷയുണ്ടെങ്കിൽ അവരുടെ ഭാഷയിൽ റേഡിയോ പ്രവർത്തനം ആരംഭിക്കുവാൻ ട്രാൻസ്ലേഷൻ വർക്ക് നടക്കുന്നു. ഏതാണ്ട് 3500 ഭാഷകളിൽ വേദപുസ്തകം തർജ്ജമ ചെയ്തു കഴിഞ്ഞു. ഇപ്പോഴും അതിന് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. പല ഭാഷകളിൽ ലിപിയില്ല. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പറയപ്പെട്ട വിഷയങ്ങളെ വേൾഡ് മിഷൻസ്, ചർച്ച് ലീഡേഴ്സ്, മിഷൻ ലീഡേഴ്സ്,
TV, ഇന്റർനെറ്റ് ഇതിലൂടെ പ്രവർത്തിക്കുന്ന ബൈബിൾ ട്രാൻസ്ലേഷനിലൂടെ ധ്വാനിക്കുന്ന ദൈവദാസന്മാരെ കുടുംബങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആ ശബ്ദമുയർത്തി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമേ, വേൾഡ് മിഷൻസ് പ്രാർത്ഥിക്കുന്നു, ചർച്ച് ലീഡേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മിഷൻ ലീഡേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. TV-യിലൂടെ, ഇന്റർനെറ്റിലൂടെ, മറ്റു മീഡിയയിലൂടെ, റേഡിയോയിലൂടെ, സാറ്റലൈറ്റ് വഴി ദൈവത്തിന്റെ വചനം കർത്താവിൽ പ്രചരിപ്പിക്കുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭാഷയിലും ജനം സുവിശേഷം കേൾക്കുവാനായി കർത്താവെ ട്രാൻസ്ലേഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന സഹോദരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കടുത്ത കാലാവസ്ഥയിൽ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നോട് പോകുന്നത് അനുഗ്രഹിച്ചാട്ടെ കർത്താവ്. അവരെല്ലാ ആവശ്യങ്ങളും കർത്താവ് കൂട്ടായ്മ കാണിക്കണമേ. കർത്താവ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിൽ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നത്തെ യൗവനക്കാരെ പിശാച് നോട്ടമിട്ടിരിക്കുകയാണ്. പല സഭകളിലും ക്രൈസ്തവരുടെ മക്കൾ പോലും യൗവനക്കാർ ചർച്ചിൽ പോകുന്നില്ല. ഇറ്റ്സ് എ വെരി സാഡ് ന്യൂസ്. സഭയ്ക്കാണ് അതിന്റെ ഉത്തരവാദിത്തം. സഭ ഒരുമിച്ച് അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ യുവതലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളാരും ദൈവ വഴി വിട്ടു പോകരുത്. നമ്മുടെ യൗവനക്കാരും കുഞ്ഞുങ്ങളും നമ്മുടെ തലമുറ ദൈവഭാഗത്ത് കാണണം. നമുക്ക് ഒരുമിച്ച് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മാതാപിതാക്കളെ നിങ്ങൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ തലമുറ ദൈവത്തറിയാതെ പോകരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ പണം കൊടുത്തില്ലെങ്കിലും വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ കൊടുക്കുക. അവർ ദൈവഭാഗത്തുണ്ടാകട്ടെ. രാത്രി ഒരുമിച്ച് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, യൗവനക്കാർക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിപിഴച്ചു പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്റർനെറ്റിലൂടെ, ഫോണോഗ്രാഫിയിലൊന്നും അത് അഡിക്റ്റ് ആവാതിരിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിലെ ഒരു കളഞ്ഞുകൾ ഏൽക്കാതിരിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാം. Hallelujah. Thank you, Jesus. Thank you, Jesus. Hallelujah. Hallelujah. Thank you, Jesus. Thank you, Jesus. Hallelujah. Hallelujah. കർത്താവേ, നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യുവതലമുറ വഴിതെറ്റി പോലെ അനുവദിക്കില്ലേ കർത്താവേ. നിന്റെ സാന്നിധ്യത്തിൽ നീ അവരെ മറയ്ക്കണമേ. ദൈവകൃപ കൂടെയിരിക്കണമേ കർത്താവേ. നിങ്ങൾ ചിന്താമത്തെ മഹത്വപ്പെടുത്തുന്ന ആ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്ത് ചർച്ച് പ്ലാന്റിങ്ങിന് വേണ്ടി ഒത്തിരി ട്രെയിനിങ്ങൾ നടക്കുന്നുണ്ട്. അതത് ഭാഷക്കാരെ ട്രെയിൻ ചെയ്തയക്കുന്ന ആളുകൾ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി ആളുകളെ പരിശീലിപ്പിക്കുന്ന അനേകരെ, പുറത്ത് പറയാതെ രഹസ്യമായി ചെയ്യുന്ന അനേകരെ എനിക്കറിയാം. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. തദ്ദേശീയരുടെ ഭാഷയിൽ അവരെ പഠിപ്പിച്ച് അവരെ ആളുകളിലേക്ക് അയക്കുന്ന ശുശ്രൂഷ അനേക ചർച്ച് പ്ലാനിങ് നടക്കുന്നുണ്ട്. നമ്മൾക്ക് ആരാധിക്കാൻ നല്ലൊരു ബിൽഡിംഗ് ഉണ്ട്, പക്ഷെ അവരെ ആരാധിക്കുന്ന ഗുഹയ്ക്കകത്താണ്, മരത്തിന് കീഴിലാണ് അവർ ആരാധിക്കുന്നത്. അങ്ങനെയുള്ള ചർച്ച് പ്ലാന്റിംഗ് മൂവ്മെന്റ്സിന് വേണ്ടി അതിനുവേണ്ടി അധ്വാനിക്കുന്നവരെ, പണം മുടക്കുന്നവരെ നീ അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചർച്ച് പ്ലാന്റിംഗ് മിഷൻസിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സഭയെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത്. സംഘടനയെ ചേർക്കുവാനല്ല, സഭയെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത്. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ ട്രെയിനിങ് സെന്ററുകളെയും, എല്ലാ മിഷൻ ഏജൻസികളെയും ദൈവം അനുഗ്രഹിച്ച് അവർക്ക് ആവശ്യമായതെല്ലാം നൽകുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങൾ ചെയ്യുന്ന ആ സ്തോത്രം, സ്തോത്രം കർത്താവേ. കർത്താവ് ഞങ്ങൾ ചെയ്യുന്ന നാമത്തെ മഹത്വപ്പെടുത്താൻ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയുടെ കേൾക്കണം സ്വർഗ്ഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമക്കളെ, ഒരു കാര്യം കൂടെ ഓർക്കണം. ഇന്ന് പ്രാർത്ഥിച്ച് അവസാനിക്കുകയല്ല. സുവിശേഷം കേൾക്കാത്ത 200 കോടി ജനങ്ങളെ ഓർത്ത് 2 മിനിറ്റ് പ്രാർത്ഥിക്കുക. ഞങ്ങൾ ലോകമെമ്പാടുള്ള പലരും കണക്ട് ചെയ്ത് 2 മിനിറ്റ് പ്രാർത്ഥന. 200 കോടി ജനങ്ങൾക്ക് വേണ്ടി 2 മിനിറ്റ് ഡെയിലി പ്രാർത്ഥിക്കുക. ഏത് സമയത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഒരു ദിവസത്തിൽ 2 മിനിറ്റ് വേർതിരിച്ച് സുവിശേഷം എത്താത്ത 200 കോടി ജനങ്ങളുടെ വിടുതലിനായിട്ട് പ്രാർത്ഥിക്കുവാൻ മറക്കരുത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. കൊയർ നമ്മെ ആരാധനയിൽ സഹായിക്കും. Hallelujah. Stotram. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Stotram. Praise the Lord. Hallelujah.
പ്രൈസ് എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെ